വിപ്ലവ സമരങ്ങളിൽ നമ്മൾ ഭാഗവാക്കുകളാകും, ഇത്തരം ആചാരങ്ങളിലും ഭാഗവാക്കാകും. ആചാരത്തിനെതിരെ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഈ ആചാരം മൂത്തുമൂത്താണ് സനാതനധർമ്മമായി നമ്മളെ പിടിമുറുക്കുന്ന വ്യവസ്ഥാക്രമമായി ഹിന്ദുത്വമായി ഫാസിസമായി മാറി നിൽക്കുന്നത്. അല്ലാതെ ഒരു ദിവസം സുപ്രഭാതത്തിൽ ഫാസിസം ഒരു പുലി പോലെ രംഗത്തിറങ്ങുകയല്ല. അത് ഓരോ ദിവസവും ആചാരമായി വ്യവഹാരമായി അനുഷ്ഠാനമായി നമ്മുടെ വീട്ടിനുള്ളിലുണ്ട് എന്നുള്ളതാണ്. സനാതനധർമ്മ വിവാദം വളരെയധികം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇത്തരമൊരു ചർച്ച നടത്തുന്നത് എന്നെനിക്കറിയാം. തമിഴ്നാട്ടിൽ ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മം എന്ന് പറയുന്നത് കോവിഡ് മഹാമാരി പോലെ നീക്കം ചെയ്യപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ അനിഹിലേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്നൊരു പരാമർശം നടക്കുകയുണ്ടായി. അത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകളുണ്ടായി. ഉദയനിധി സ്റ്റാലിനെതിരായി കോടതിയിൽ കേസ് ഫയൽ ചെയ്യപ്പെട്ടു. ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആദരണീയനായ ശ്രീ പിണറായി വിജയൻ ശിവഗിരിയിൽ ഒരു പ്രഭാഷണം നടത്തി, ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച്. ആ തീർത്ഥാടന മഹാസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്, സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അത് വർണ്ണാശ്രമധർമ്മം തന്നെയാണ്, അത് ജാതിധർമ്മം തന്നെയാണ് എന്ന് വളരെ വ്യക്തമായ ആധികാരികമായ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ സംസാരിച്ചു. ഇതിനു മുമ്പ് അങ്ങനെ സധൈര്യം ശിവഗിരിയിൽ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ജാതിധർമ്മമാണെന്ന് പറഞ്ഞ ഒരേ ഒരാളെ കേരളത്തിൻ്റെ ചരിത്രത്തിലുള്ളൂ. പിണറായി വിജയന് മുമ്പ് ഒരേ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. അത് നാരായണ ഗുരുസ്വാമികളുടെ നേർശിഷ്യൻ സാക്ഷാൽ സഹോദരൻ അയ്യപ്പനാണ്. 1950 ഇതുപോലെ തന്നെ മറ്റൊരു ശിവഗിരി തീർത്ഥാടന സമ്മേളന വേദിയിൽ പറഞ്ഞു, ധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമ ധർമ്മമല്ലാതെ മറ്റൊന്നല്ല എന്ന് 1950 ശിവഗിരിയിൽ പ്രഭാഷണം നടത്തുകയുണ്ടായി. അതിനുശേഷം ഇത്രയും ഉറച്ച ധൈര്യത്തോടുകൂടി സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ വർണ്ണാശ്രമധർമ്മമാണ് എന്ന് സഹോദരന് ശേഷം പറയുന്നത് ശ്രീ പിണറായി വിജയനാണ് എന്നുള്ളത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് മതത്തെ വിമർശിക്കാൻ പാടില്ല എന്നും മതവിമർശനം എന്ന് പറയുന്നത് നമ്മുടെ വോട്ട് ശതമാനമെല്ലാം കുറയ്ക്കുമെന്നും ഒക്കെ മിഥ്യാധാരണകളിലൊക്കെ അകപ്പെട്ടിരിക്കുകയും ആ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് മുഖ്യമന്ത്രി അത്തരമൊരു പ്രസ്താവന നടത്തിയത്. സത്യത്തിൽ അതിൻ്റെ തുടർച്ചയിലാണ് ഒരു ഗ്രാമപ്രദേശത്ത് വളരെ സാധാരണ രീതിയിൽ മരണപ്പെട്ട ഒരു മനുഷ്യനെ മാധ്യമസൃഷ്ടമായ കേരളം എന്ന് ഞാൻ പറയുന്നതിനർത്ഥം ഒരു ഗ്രാമപഞ്ചായത്തിൽ മാത്രം അറിയുന്ന ഒരു കാര്യം, ആ ഗ്രാമത്തിന് പുറത്തേക്ക് യാതൊരു വാർത്താ പ്രസക്തിയുമില്ലാത്തൊരു കാര്യം, അത് ചാനലുകളെല്ലാവരും കൂടെ ചേർന്ന് സാധാരണ നിലയ്ക്ക് മരണപ്പെട്ട ഒന്നിനെ എന്താക്കി മാറ്റി? നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഞാൻ പറയുന്നില്ല. മഹാസമാധിയാക്കി മാറ്റി. ഇന്നലെ വരെ സമാധിയായിരുന്നു, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും മഹാസമാധി. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് 41 ദിവസം കഴിഞ്ഞ് ശിവലിംഗ പ്രതിഷ്ഠയാകുന്നു, തീർത്ഥാടനം തുടങ്ങാൻ പോകുന്നു. ഈ നിലയിലേക്ക് കേരള സമൂഹം മാറിയിരിക്കുക. അപ്പം നമ്മൾ ആത്മപരിശോധന നടത്തണ്ടേ? സ്വയം ആത്മപരിശോധനയിൽ നമ്മൾ ഏർപ്പെട്ടില്ലെങ്കിൽ കേരള സമൂഹം വളരെ വേഗം നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും നവോത്ഥാന വിപ്ലവ പ്രസംഗങ്ങളെല്ലാം തന്നെ ഒരമ്മുമ്മ കഥ പോലെയായി തീരുകയും ചെയ്യും. യാഥാർത്ഥ്യത്തോട് ബന്ധമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കണമെങ്കിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കാരണം സനാതനധർമ്മം എന്ന് പറയുന്നത് ഒരു പൊതുബോധമായി മാറിയിരിക്കുകയാണ്. അത് കേവലം ഒരു വ്യക്തിയെ ബാധിച്ച മാത്രം പ്രശ്നമല്ല, അത് കേരളീയ പൊതുമണ്ഡലത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു പൊതുബോധമായിട്ടാണ് ഈ സനാതനധർമ്മ വ്യവസ്ഥ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ പൊതുബോധമായി പ്രവർത്തിക്കുമെന്ന് വെച്ചാൽ 3 ഉദാഹരണങ്ങളിലൂടെ അത് വ്യക്തമാക്കാം. കൂടുതൽ ഉദാഹരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. 3 ഉദാഹരണങ്ങൾ മതി. സനാതനധർമ്മം എങ്ങനെ കേരളീയ സമൂഹത്തിൻ്റെ പൊതുബോധമായി പ്രവർത്തിക്കുന്നുള്ളതിന് 3 ഉദാഹരണങ്ങൾ.
ഒന്നാമത്തെ ഉദാഹരണം, നമ്മളെല്ലാം വിപ്ലവകാരികളാണ്, എല്ലാം പുരോഗമനകാരികളാണ്, ദേശാഭിമാനി വായിക്കുന്നവരാണ്, കൈരളി കാണുന്നവരാണ്. ഇതെല്ലാം ഞാൻ ഉദ്ധരണിക്കാത്ത ഇത്രയും വാചകങ്ങൾ പറഞ്ഞത്. പക്ഷേ ശബരിമലയിൽ ഒരു അബ്രാഹ്മണൻ മേശാന്തിയാകാൻ നമ്മൾ ആരും സമ്മതിക്കത്തില്ല. സമ്മതിക്കുമോ? സമ്മതിക്കുകയല്ല. ഗുരുവായൂരി സാമ്പാറിൽ കായം കലക്കാൻ ആര് തന്നെ വേണം? ഒരു പട്ടര് സാമ്പാറിൽ കായം കലക്കിയാലേ നമ്മൾ സാമ്പാർ കഴിക്കൂ. ചെട്ടുകുളങ്ങര ദേവീക്ഷേത്രം ആലപ്പുഴ ജില്ലയിൽ വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ചെട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രം. അവിടെ ഒരു മേൽശാന്തി ബ്രാഹ്മണൻ മാത്രമേ ആകാൻ പാടുള്ളൂ, വേറെ ആരും പാടില്ല. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് പാലക്കുറുമ്പ ഭഗവതി ക്ഷേത്രം. ആ പാലക്കുറുമ്പ എന്ന് പേര് തന്നെ വ്യക്തമാക്കുന്നു, പാലക്കുറുമ്പ ഒരു കീഴാള ദേവതയാണ്. പക്ഷെ പാലക്കുറുമ്പയെ ആര് പൂജിച്ചേ പറ്റൂ? പാലക്കുറുമ്പയെ നമ്പൂതിരി പൂജിച്ചാലേ ശരിയാകത്തുള്ളൂ. വേറെ ആളുകൾ പൂജിച്ചാൽ എന്താ? ആകാശം ഇടിഞ്ഞ് താഴേക്ക് വീഴുമോ? അതോ പ്രളയം ഉണ്ടാവുമോ? പ്രളയം ഉണ്ടാകുമെന്ന് പ്രചരിപ്പിച്ച ആളുകളാണ് മലയാളികൾ. പിണറായി വിജയൻ ശബരിമലയെ സ്ത്രീകളെ കയറ്റിയിട്ടാണ് വലിയ പ്രളയം ഉണ്ടായെന്ന് പ്രചരിപ്പിച്ച ആളുകളാണ് മലയാളികൾ. അങ്ങനെ അമ്മുമ്മക്കഥ പറഞ്ഞ് നാട്ടുകാർക്കിടയിൽ ദുഷ്പ്രചാരണം നടത്തുന്നതിൽ മലയാളി ഒട്ടും പിന്നിലല്ല. ഇതെല്ലാം സനാതനധർമ്മത്തിൻ്റെ ഉദാഹരണങ്ങളാണ് എന്ന് പറയാനാണ്. രണ്ടാമത്തെ ഉദാഹരണം, ആദരണീയനായ രാധാകൃഷ്ണൻ, അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്നല്ലോ. ദേവസ്വം മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്താണ് ഒരു ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൈവിളക്ക് കൊടുത്തില്ല. നമ്മളും കൂടി ഉത്തരവാദികളാണ്. കാരണം എങ്ങനെ നമ്മൾ ഉത്തരവാദിയാകുന്നത് എങ്ങനെയാണ്? നമ്മളേതെങ്കിലും നമ്പൂതിരിയെ കുറ്റം പറയും, പക്ഷെ നമ്മളും കൂടെ പങ്കുവെക്കുന്ന ഒരു പൊതുബോധം അവിടെ പ്രവർത്തിക്കുന്നു. എങ്ങനെ പ്രവർത്തിക്കുന്നു? നമ്മളും ക്ഷേത്രത്തിൽ ചെന്ന് ഇങ്ങനെയാണ് നിൽക്കുന്നത്, അപ്പോൾ അതിന് ഇങ്ങനെ ഇട്ട് തരും. ഇപ്പോൾ ക്യാച്ച് പിടിക്കുന്ന മാതിരി ക്രിക്കറ്റ് കളിയിൽ അഗ്രഗണ്യരായിരിക്കണം. ചന്ദനം ഇങ്ങനെ വാരി എറി, അല്ലെങ്കിൽ ഇല ഇങ്ങനെ എറിഞ്ഞു തരും. ഇങ്ങനെയാണ് സനാതനധർമ്മം പ്രവർത്തിക്കുന്നത്. പക്ഷെ നമുക്ക് എതിർപ്പില്ല. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഇല്ല. വിപ്ലവ സമരങ്ങളിൽ നമ്മൾ ഭാഗവാക്കുകളാകും, ഇത്തരം ആചാരങ്ങളിലും ഭാഗവാക്കാകും. ആചാരത്തിനെതിരെ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഈ ആചാരം മൂത്തുമൂത്താണ് സനാതനധർമ്മമായി നമ്മളെ പിടിമുറുക്കുന്ന വ്യവസ്ഥാക്രമമായി, ഹിന്ദുത്വമായി, ഫാസിസമായി മാറി നിൽക്കുന്നത്. അല്ലാതെ ഒരു ദിവസം സുപ്രഭാതത്തിൽ ഫാസിസം ഒരു പുലി പോലെ രംഗത്തിറങ്ങുകയല്ല. അത് ഓരോ ദിവസവും ആചാരമായി, വ്യവഹാരമായി, അനുഷ്ഠാനമായി നമ്മുടെ വീട്ടിനുള്ളിലുണ്ട് എന്നുള്ളതാണ്. പേരിടുമ്പോൾ അത് അമ്പലത്തിനുള്ളിൽ വെച്ച് തന്നെ വേണമെന്നും, ചോറ് കൊടുക്കുമ്പോൾ അത് ഗുരുവായൂരിൽ പോയി തന്നെ ചോറ് കൊടുക്കണമെന്നും ഒക്കെ നമുക്ക് ആഗ്രഹമുണ്ടല്ലോ. ആ ആഗ്രഹത്തിൻ്റെ പേരുകൂടിയാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ, ഈ സനാതനധർമ്മത്തിൻ്റെ മറ്റൊരു പേര് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിസത്തിൻ്റെ യഥാർത്ഥ പേരാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ബ്രാഹ്മണിസത്തിൻ്റെ യഥാർത്ഥ പേരാണ് സനാതനധർമ്മം എന്ന് പറയാൻ കാരണം? 1934 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുന്നതിന് മുമ്പ് 34 ഉള്ളൂർ എസ് പരമേശ്വര അയ്യരുടെ നേതൃത്വത്തിൽ ഒരു ക്ഷേത്രപ്രവേശന കമ്മിറ്റി ഉണ്ടാകുന്നുണ്ട്. അതിൽ തരണനെല്ലൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അംഗമായിരുന്നു. തരണനെല്ലൂർ എന്ത് ചെയ്തു? പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മയെ കമ്മിറ്റി അംഗമായി ശുപാർശ ചെയ്തു. അദ്ദേഹം ഏതാണ്ട് 190 പേജ് വരുന്ന ഒരു റിപ്പോർട്ട് എഴുതി കൂട്ടി. ആ റിപ്പോർട്ടിൽ പുന്നശ്ശേരി പറയുന്നത്, ക്ഷേത്രത്തിൽ അയിത്തജാതിക്കാർ, കോട്ടാൻകോട്ട അയിത്തജാതിക്കാർ പ്രവേശിച്ചാൽ ക്ഷേത്രം അശുദ്ധമാകും, ദേവൻ്റെ ചൈതന്യം നശിച്ചു പോകുമെന്ന്. കേരളത്തിലെ ഏതെങ്കിലും ദേവൻ്റെ ചൈതന്യം നശിച്ചോ? ഞാനിപ്പോൾ നോക്കിയിട്ട് കേരളത്തിൽ ക്ഷേത്രങ്ങളുടെ എണ്ണം കൂടിയിട്ടുള്ളതല്ലാതെ കുറഞ്ഞിട്ടില്ല. കുടുംബക്ഷേത്രങ്ങൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ജ്യോത്സ്യന്മാർക്ക് പണി വളരെയധികം കൂടിയിരിക്കുന്നു. ദേവപ്രശ്നം, അഷ്ടമംഗല പ്രശ്നം, താമ്പൂല പ്രശ്നം, ജോലി ഇല്ലാത്ത പ്രശ്നം, ജോലി ഉണ്ടാകുന്നു, രോഗം, ദുരിതം എന്ന് വേണ്ട എല്ലാത്തിനും പരിഹാരമാകുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വർദ്ധിച്ചിട്ടേ ഉള്ളൂ. ചൈതന്യം കുറഞ്ഞോ കൂടിയോ? ചൈതന്യം കോട്ടാൻകോട്ട് ചൈതന്യം കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞതായി കാണുന്നില്ല. ഈ രീതിയിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, 34 ഈ ക്ഷേത്രപ്രവേശന റിപ്പോർട്ടിൽ അയിത്തജാതിക്കാർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ ക്ഷേത്രം അശുദ്ധമാകും എന്ന് എഴുതിയവരെ ഉള്ളൂർ പ്രവേശന കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചത് സനാതനിസ്റ്റുകളെന്ന. ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലിക്കാത്ത ആളുകളെ മുഴുവൻ ക്ഷേത്രപ്രവേശന കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളൂർ പരാമർശിച്ചത് സനാതനിസ്റ്റുകളെന്ന. ആ സനാതനിസ്റ്റുകളുടെ കാലം അവസാനിച്ചിട്ടില്ല. ആ സനാതനിസ്റ്റുകൾ കേരളത്തിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആ സനാതനിസ്റ്റുകളാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പരാമർശിച്ചപ്പോൾ അതിനെതിരെ
വാളും ചിലമ്പുമായി രംഗത്ത് വന്നത് വളരെയധികം അസ്വാഭാവികതയോടുകൂടി കേരളത്തിൽ നടന്നൊരു സംഭവം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ച, ന്യൂസ് 18 ഞാൻ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തു. ഈ മഹാസമാധി പ്രശ്നമാണ്. ഞാൻ വളരെ ലളിതമായൊരു ചോദ്യമേ ചോദിച്ചുള്ളൂ. ഇന്ത്യൻ ഭരണഘടന ഒരാളെ സമാധിയാക്കാൻ അനുവദിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പ്രായമായ കാരണന്മാരെ എല്ലാം സമാധിയാക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. എൻ്റെ അച്ഛൻ സമാധിയായി ഇന്നലെ വൈകിട്ട് 3 മണിക്ക്. വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. അനാഥാലയങ്ങളുടെ എണ്ണം, കോട്ടാൻകോട്ട് അനാഥാലയങ്ങളുടെ എണ്ണം കുറയും, സമാധിയാക്കിയാൽ മതി. അപ്പോൾ ആർക്കും ഒരു സുപ്രഭാതത്തിൽ ആരെയും സമാധിയാക്കാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ പ്രശ്നം എന്താ? നിങ്ങൾ സമാധി ഇരുത്തുവോ ഇരുത്താതിരിക്കുവോ, അതിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതെ, ഇന്ത്യൻ ഭരണഘടന വിശ്വാസ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു ഭരണഘടനയല്ലേ? ആർക്കും വിശ്വസിക്കാം. നിങ്ങൾ മുളവടി വിശ്വസിക്കുക, ലൈറ്റിൽ വിശ്വസിക്കുക, മൈക്ക് ദൈവമാണെന്ന് കരുതിക്കോ, കസേരയെ ആരാധിക്കുക. ഇതെല്ലാം ഉണ്ടായിരുന്നല്ലോ. ഋഗ്വേദത്തിൽ ഉറി ദൈവമാണ്, ഋഗ്വേദത്തിൽ ഉരല് ദൈവമാണ്. ഉരലിനെ സ്തുതിക്കുന്ന സൂക്തങ്ങൾ ഋഗ്വേദത്തിൽ കാണാം. അല്ലേ ഉരലെ നീ എന്നെ അനുഗ്രഹിച്ചാലും എന്നുള്ള പ്രാർത്ഥന ഋഗ്വേദത്തിൽ കാണാം. അല്ലയോ വള്ളിച്ചെടിയെ നീ എൻ്റെ രോഗത്തെ മാറ്റിയാലും എന്നുള്ള വള്ളിച്ചെടിയോടുള്ള പ്രാർത്ഥന അഥർവ്വേദത്തിൽ കാണാം. ഇപ്പം നമുക്ക് തമാശയായിട്ട് വള്ളിച്ചെടിയോട് പ്രാർത്ഥിക്കലോ, ഇപ്പം തമാശ ഉരലിനോട് പ്രാർത്ഥിക്കുകയോ, തമാശയാണ് നമുക്ക്. പക്ഷേ ഈ ഒരു ആരാധനാ വ്യവഹാര പാരമ്പര്യം നമ്മുടെ വേദേതിഹാസ പുരാണ പാഠങ്ങൾ പരിശോധിച്ചാൽ അറിയാം. പ്രശ്നം എന്ന് വെച്ചാൽ ഒരാൾ മരിച്ചു, ആ മരിച്ചു എന്നുള്ളത് റെക്കോർഡിക്കലായിട്ട് രേഖപ്പെടുത്തപ്പെടേണ്ട ഒരു കാര്യമാണല്ലോ. അത് രേഖപ്പെടുത്തപ്പെടുന്നില്ല. മക്കൾ 2 പേരും കൂടെ സമാധി ഇരുത്തുന്നതോടുകൂടി ഒരു പ്രശ്നമില്ലെങ്കിലും ശുഭകരമായി. കോടതി ചോദിച്ചത് എന്താണ്? എവിടെ മരണ സർട്ടിഫിക്കറ്റ്? മരിച്ചാൾക്ക് സർട്ടിഫിക്കറ്റ് വേണം. കേരളത്തിൽ ഒരുപാട് മഠങ്ങളുണ്ട്, സന്യാസ കേന്ദ്രങ്ങളുണ്ട്. ശിവഗിരി മഠമുണ്ട്, കൊല്ലത്ത്, എൻ്റെ നാടിനടുത്ത് കൊല്ലത്ത് പത്മന ആശ്രമമുണ്ട്. ഇവിടെ എല്ലാം സ്വാമിമാർ മരിക്കുന്നുണ്ട്, മരണം ഡോക്ടർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അതിനുശേഷം സമാധി ഇരുത്തുക എന്ന് പറയുന്ന ചടങ്ങുണ്ട്. കേരളത്തിൽ പിഷാരടി എന്ന് പറയുന്നൊരു സമുദായമുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാം. അവർ മരണത്തിന് ശേഷം ഇരുത്തിയാണ് കുഴിച്ചിടുന്നത്. ശവസംസ്കാര ചടങ്ങുകൾ ഇരുത്തി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കേരളത്തിൽ നടക്കുന്നില്ലേ? ഇവിടെ എന്തായിരുന്നു പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം ഒരു കുറ്റകൃത്യം സംഭവിച്ചു എന്നുള്ളതാണ്. ആ കുറ്റകൃത്യം എന്താണ്? മരണം രേഖപ്പെടുത്തുന്നില്ല. സ്റ്റേറ്റിന് അറിയണ്ടേ ആരാ മരിച്ചതെന്ന്, എവിടെയാണ് മരിച്ചത്, എങ്ങനെയാണ് മരിച്ചതെന്ന് സ്റ്റേറ്റിന് അറിയണ്ടേ? പൗരാവകാശ പ്രശ്നമല്ലേ? അപ്പോൾ ആ പൗരാവകാശ പ്രശ്നത്തെ മറച്ചു വെച്ചുകൊണ്ട് ഹിന്ദു ആക്രമിക്കപ്പെടുന്നു, ഹിന്ദുവിൻ്റെ ആചാരങ്ങൾക്ക് മേൽ വലിയ ആക്രമണം നടക്കുന്നു എന്ന പേരിലാണ് ഈ കാര്യങ്ങളെ ഫാസിസ്റ്റ് ശക്തികൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ ജാഗ്രതയോടെ കാണണം. ഇവിടുത്തെ പ്രശ്നം ആരാധനാ സ്വാതന്ത്ര്യ പ്രശ്നമല്ല. ആർക്കും ആരാധനാ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണല്ലോ ഇന്ത്യ. കേരളവും സ്ഥിതി വ്യത്യാസമൊന്നുമല്ല. പ്രശ്നം ഒരു മിഥ്യാവർത്തമാനത്തെ സൃഷ്ടിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ വേർതിരിവും വിദ്വേഷവും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ കാര്യം. അതുകൊണ്ട് സനാതന ധർമ്മത്തെ സംബന്ധിച്ച വിവാദം കഴിഞ്ഞുപോയൊരു ഭൂതകാലമല്ല, വർത്തമാനകാലത്ത് നമ്മളെ ഞെക്കിഞ്ഞെരുക്കുന്ന വ്യവസ്ഥാക്രമത്തിൻ്റെ പേരുകൂടിയാണ് സനാതനധർമ്മം. ശബരിമലയിലെ സ്ത്രീകൾ പ്രവേശിച്ചപ്പോൾ വലിയ അപകടം നടന്നു എന്ന് പ്രചരിപ്പിക്കുന്നതിന് കാരണം എന്താണ്? സനാതനധർമ്മം ചോദ്യം ചെയ്യപ്പെട്ടതുകൊണ്ടാണ്. സനാതനധർമ്മം ചോദ്യം ചെയ്യപ്പെട്ടതുകൊണ്ടാണ് വലിയ കലാപം അതിനെതിരെ പുറപ്പെട്ടത്. അപ്പോൾ ഈ ആമുഖമായി ഞാൻ ഇത്രയും സൂചിപ്പിക്കാൻ കാരണം, ഈ ആമുഖത്തിൽ നിന്നുകൊണ്ട് വേണം എന്താണ് ധർമ്മം, എന്താണ് സനാതന ധർമ്മം എന്ന് പറയുന്ന ആശയത്തെ പരിശോധിക്കുക. എന്താണ് സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം? സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം ശാശ്വതമായത്, സ്ഥിരമായത്, എന്നേക്കും നിലനിൽക്കുന്നത് എന്നാണ് സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം. മാർക്സ് പറയുന്നുണ്ടല്ലോ, മാറ്റമില്ലാത്തതൊന്ന് മാത്രമാണ് എന്ത്? മാറ്റം. പക്ഷെ ഇവിടെ എന്താണ് പറയുന്നത്? സനാതനത്തിന് മാറ്റമില്ല, ബാക്കിയെല്ലാം മാറും. നമ്മൾ ഈ ഒരു വാളിനെ പറ്റി പറയും. രാജൻ ഗുരുക്കളൊരിടത്ത് അദ്ദേഹത്തിൻ്റെ മിത്തും ചരിത്രവും എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു വാളിനെ പറ്റി പറയും. ആ വാള് ചിരപുരാതനമായൊരു വാളായിരുന്നു എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ആ വാളിൻ്റെ പിടി മാറി, ആ വാളിൻ്റെ അലക് മാറി, അതിലുപയോഗിച്ച ലോഹക്കൂട്ട് മാറി, എല്ലാം മാറി. ആ വാളേ മാറി. പക്ഷേ എന്നിട്ടും വാളിന് 5000 വർഷത്തെ പഴക്കമാണ്. എല്ലാം മാറി. നോക്കൂ, കേരളത്തിൽ ഒരു കാലത്ത് സ്ത്രീകൾക്ക് മാറി മറച്ച് നടക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല.
ഇതായിരുന്നു സനാതനധർമ്മം എന്ന് പറയുന്നത്. ഒരു നായർ സ്ത്രീ വസ്ത്രവും ധരിച്ച് അന്നത്തെ ആറ്റിങ്ങൽ റാണിയുടെ മുമ്പിൽ ചെന്നപ്പോൾ ആറ്റിങ്ങൽ റാണി വാള് വെച്ച് ആ ബ്ലൗസ് വലിച്ചു കീറിയിട്ട് അവരുടെ മാറ് ഛേദിച്ച് കളഞ്ഞു എന്നുള്ളതാണ് ചരിത്രം. കേരളത്തിൽ കൊച്ചി ചരിത്രത്തിൽ ഒരു സംഭവമുണ്ട്. നായർ സ്ത്രീകൾ മാറുമറച്ച് ക്ഷേത്രത്തിൽ തൊഴാൻ ചെന്നു. സർ രാജവർമ്മ, പരീക്ഷിത്ത് രാമവർമ്മ തമ്പുരാൻ എന്ത് ചെയ്തു? മാറുമറച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിച്ച നായർ സ്ത്രീകളുടെ റൗക്ക വലിച്ചു കയറി. മേലാൽ ഇനി ഒറ്റ ഒരുത്തികളും റൗക്കയും ധരിച്ച് ക്ഷേത്രത്തിൽ കയറിപ്പോകരുത്. തൃപ്പൂണിത്തറ ക്ഷേത്രത്തിൽ ഇനിയും ഒറ്റ നായർ സ്ത്രീകൾ റൗക്ക ധരിച്ച് കയറിപ്പോകരുത് അദ്ദേഹം കൽപ്പന പുറപ്പെടുവിച്ചു. രസകരമായ സംഭവം, ഇങ്ങനെ സ്ത്രീകളുടെ റൗക്ക വലിച്ചു കീറിയ മഹാൻ്റെ പേര് മെട്രോ സ്റ്റേഷൻ ഇടണമെന്ന് സമരം ചെയ്ത നാട്ടുകാരാണ് നമ്മുടെ നാട്ടുകാർ. സ്ത്രീകളുടെ റൗക്ക വലിച്ചു കീറിയ മഹാൻ്റെ പേര് കൊച്ചി മെട്രോ സ്റ്റേഷൻ ഇടണമെന്ന് വാശി പിടിച്ചു. നോക്കൂ നമ്മളെവിടെ എത്തി നിൽക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ രാജഭക്തി പോയിട്ടില്ല. ഈ രാജഭക്തിയുടെ ഉറവിടം ഏതാണ്? സനാതനധർമ്മമാണ് നമ്മുടെ രാജഭക്തിയുടെ ഉറവിടം. നമ്മളിപ്പോഴും പ്രജകളായിട്ട് കരുതുകയാണ്. നമ്മൾ പൗരത്വം എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് നമ്മൾ വളർന്നിട്ടേ ഇല്ല. പകരം നമ്മളിപ്പോഴും ഏതോ രാജഭരണകാലത്തിൻ്റെ ഒരു മിഥ്യാഭൂതകാലത്തിൽ കിടക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ ആ പ്രജാത്വത്തിൽ നിന്ന് മോചിക്കപ്പെട്ട് പൗരരാകുമ്പോൾ മാത്രമേ സനാതനധർമ്മത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ വ്യവസ്ഥയെ സനാതനമാക്കി നിലനിർത്താൻ, ഈ ജാതി വ്യവസ്ഥയെ, ചാതുർവർണ്ണ്യത്തെ സനാതനമാക്കി നിലനിർത്താനാണ് ഇന്നത്തെ ഇന്ത്യൻ ഭരണകൂടം നിശ്ചയിച്ചുറപ്പിച്ച് തീരുമാനിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുവരെ ഹിന്ദുത്വ ഭരണകൂടത്തിൻ്റെ ഭരണമേധാവികൾ എപ്പോഴും ചാതുർവർണ്ണ്യം മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ചാതുർവർണ്ണ്യം മോശമാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹിന്ദുത്വവാദി നമുക്ക് കാണാൻ പറ്റൂ? ഇന്ത്യൻ ഭരണകൂടം, ആ ഭരണകൂടത്തെ ഭരിക്കുന്ന ഭരണമേധാവികൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചാതുർവർണ്ണ്യം മോശമാണെന്ന്? പറയത്തില്ല. കാരണം എന്താണ്? ചാതുർവർണ്ണ്യം അനുസരിച്ച് രാജ്യത്തെ ക്രമീകരിക്കുന്ന വ്യവസ്ഥാക്രമത്തിലാണ്, ആ വ്യവസ്ഥാക്രമത്തിൻ്റെ സ്ഥാപനത്തിനാണ്, അതിൻ്റെ സംസ്ഥാപനത്തിനാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമുക്ക് ധർമ്മം എന്താണെന്നൊന്ന് പരിശോധിക്കാം. എന്താണ് ധർമ്മം? ധർമ്മത്തിന് ആദ്യകാലത്ത് ഋഗ്വേദം മുതലായ കൃതികൾ പരിശോധിച്ചാലറിയാം, ധർമ്മം എന്ന വാക്കിന് ആദ്യകാലത്ത് അനുഷ്ഠാനപരമായ കർമ്മം എന്ന് മാത്രമേ അർത്ഥം ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെറിയ റിച്വൽ, അത്രേ അർത്ഥം ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ റിലീജിയസ് ഓർഡിനൻസ് ഓർ റൈറ്റ്സ്, അനുഷ്ഠാനപരമായ ഒരു കർമ്മ വ്യവഹാരം എന്ന് മാത്രമേ അർത്ഥം ഉണ്ടായിരുന്നുള്ളൂ. താനി ധർമാണി പ്രഥമാന്യാസൻ എന്ന് ഋഗ്വേദത്തിൽ പറയും. ആജ്ഞാരജാംസി ദിവ്യാനി പാർത്ഥിവ ശ്ലോകം ദേവകൃണുതേ സ്വായധർമ്മണേ എന്ന് ഋഗ്വേദത്തിൽ 4-ാം മണ്ഡലത്തിൽ കാണാം. ധർമ്മേണ മിത്ര വരുണ വിവശ്ചിതാവ്രത രക്ഷേതേ അസുരസ്യമായ എന്ന് ഋഗ്വേദം 5-ാം മണ്ഡലത്തിൽ കാണാം. ഇവിടെയെല്ലാം തന്നെ അനുഷ്ഠാനപരമായൊരു കൃത്യം എന്നർത്ഥത്തിൽ മാത്രമേ ധർമ്മത്തെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനുള്ള യോഗ്യതയായി അഥർവവേദം ധർമ്മത്തെ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അന്നത്തെ നിലയ്ക്ക് ആർക്കാണ് അനുഷ്ഠാനം നിർവഹിക്കാനുള്ള അധികാരം? ത്രൈവർണികർക്ക് മാത്രമായിരുന്നു. ത്രൈവർണികർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യാദികൾ. ശൂദ്രനെ വരെ ചാതുർവർണ്ണ്യം പരിഗണിച്ചിട്ടുള്ളൂ. ശൂദ്രന് പുറത്തുള്ള ഒരു വലിയ സമൂഹത്തെ കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യരെ 4ആയിട്ട് തരംതിരിക്കുന്നു ചാതുർവർണ്ണ്യം. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാദികളായി 4ആയി ഋഗ്വേദം തരംതിരിക്കുന്നു. ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിലെ 95-ാമത്തെ സൂക്തം, പുരുഷ സൂക്തത്തിൽ പറയും, ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യ കൃതഃ ഊരു തദസ്യത് വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത. ബ്രാഹ്മണൻ മുഖത്തു നിന്നുണ്ടായി. ഊരു തദസ്യത് വൈശ്യ, ഊരുക്കളിൽ നിന്ന് വൈശ്യനുണ്ടായി. പദ്ഭ്യാം ശൂദ്രോ അജായത, പാദത്തിൽ നിന്ന് ശൂദ്രനുണ്ടായി എന്നൊക്കെ പറയുന്നു. നാരായണ ഗുരുസ്വാമികൾ ചോദിച്ചു, അതെന്താ മരം പൊട്ടി മുളയ്ക്കും പോലെയാണോ? CP പണിക്കരോടുള്ള സംഭാഷണത്തിൽ ഗുരുസ്വാമികൾ ചോദിച്ചു, അതെന്താ മരം പൊട്ടി മുളയ്ക്കും പോലെയാണോ? ഇങ്ങനെ ഓരോ ഭാഗത്തുനിന്ന് ഓരോരുത്തരുണ്ടാകാൻ. എന്താണ് ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ, മനുഷ്യരെ 4ആയി തരംതിരിക്കുകയും ആ 4ആയി തരംതിരിച്ചതിന് ശേഷം അവർക്ക് തൊഴിൽ സങ്കല്പിക്കുകയും ആ തൊഴിൽ മാത്രമേ അവർ ചെയ്യാവൂ എന്ന് വ്യവസ്ഥപ്പെടുത്തുന്ന ധർമ്മത്തിൻ്റെ പേരാണ്
വർണ്ണധർമ്മം അല്ലെങ്കിൽ സനാതനധർമ്മം എന്ന് പറയുന്നത്. ശൂദ്രൻ ഇന്ന ജോലിയെ ചെയ്യാവൂ, വൈശ്യൻ ഇന്ന ജോലിയെ ചെയ്യാവൂ, ബ്രാഹ്മണൻ്റെ ജോലി ഇന്നതാണ് എന്ന് സങ്കല്പിച്ചിരിക്കുകയാണ്. ശൂദ്രൻ്റെ ജോലി ജീവിതകാലം മുഴുവൻ ബ്രാഹ്മണ പാദസേവയാണ്, വേറെ ജോലിക്കൊന്നും അവകാശമില്ല. ഇങ്ങനെ അപ്പോൾ ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹിംസാത്മകമായൊരു വ്യവസ്ഥയാണ്. ഡോക്ടർ BR അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കിയത് അനിഹിലേഷൻ ഓഫ് ചാതുർവർണ്ണ്യ തന്നെയാണ്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഡോക്ടർ BR അംബേദ്കർ അനിഹിലേറ്റ് ചെയ്യപ്പെടേണ്ടതായി സനാതനധർമ്മത്തെ കണ്ടു. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അനിഹിലേഷൻ ഓഫ് സനാതനധർമ്മ തന്നെയാണ്. നിർഭാഗ്യവശാൽ ഈ 2025 പുരോഗമനകാരികൾ ഉൾപ്പെടെ സ്നേഹിക്കുന്ന ഒരു സ്വാമിയുണ്ട്, സ്വാമി സന്ദീപാനന്ദഗിരി. അദ്ദേഹം ചാതുർവർണ്ണ്യത്തെ ന്യായീകരിച്ചുകൊണ്ട് 45 മിനിറ്റ് നീളുന്ന ഒരു പ്രഭാഷണം നടത്തിയിരിക്കുക. ചാതുർവർണ്ണ്യം വളരെ നല്ലതാണെന്നും അത് നിലനിൽക്കണമെന്നും, ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, O പോസിറ്റീവ് A നെഗറ്റീവ് എന്നൊക്കെ പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് പോലെ വളരെ നല്ലൊരു വ്യവസ്ഥയാണേത് ചാതുർവർണ്ണ്യം. അങ്ങനെ പറയാൻ ഇന്ത്യയിൽ ഒരു കൂട്ടർക്ക് മാത്രമേ കഴിയൂ. നാരായണ ഗുരുസ്വാമികൾ പറയുന്നുണ്ട്. ഗുരുസ്വാമികൾ പറഞ്ഞത് ജാതി കൊണ്ടുള്ള ഗുണമനുഭവിക്കുന്നവർക്ക് മാത്രമേ ജാതിയെ ന്യായീകരിക്കാൻ കഴിയൂ എന്ന് നാരായണ ഗുരുസ്വാമി പറഞ്ഞു. ജാതി കൊണ്ടുള്ള ഗുണമനുഭവിക്കുന്നവർക്ക് മാത്രമേ ജാതിയുടെ മേൽക്കോയ്മ സിദ്ധാന്തത്തെ അംഗീകരിക്കാൻ കഴിയൂ എന്ന് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു വെച്ചു. അപ്പം സവർണ മനോഭാവമുള്ള വർണ്ണാശ്രമധർമ്മ പ്രേമികൾക്ക് മാത്രമേ വർത്തമാന ഇന്ത്യൻ കാലാവസ്ഥയിൽ ചാതുർവർണ്ണ്യത്തെ ന്യായീകരിക്കാൻ കഴിയൂ. ഞാൻ ഇത്ര വളരെ വ്യക്തമായിട്ട് പേരെടുത്തതിനെ പരാമർശിക്കുന്നതിന് കാരണം എന്താണെന്നറിയാമോ? കാരണം മറ്റു ചില കാര്യങ്ങളിൽ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടും. വളരെ പുരോഗമനാത്മകമായ വാചാടോപത കൊണ്ട് ആളുകളെ വീഴ്ത്തുന്ന പല മഹാന്മാരും ഉണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ. അതുകൊണ്ട് ചില ആളുകളെ പേരെടുത്ത് തന്നെ പരാമർശിക്കുകയും അവർ മുന്നോട്ട് വെച്ച വാദങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണെന്നും സാഹോദര്യ സമത്വ വിരുദ്ധമാണെന്നും പറഞ്ഞാൽ മാത്രമേ നമ്മുടെ ആളുകൾക്ക് നമുക്ക് തന്നെ ഒരു തിരിച്ചറിവുണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് അവരുടെ പേരെടുത്ത് തന്നെ പരാമർശിക്കുന്നത്. അങ്ങനെ ഒരു അക്കാദമിക സംവിധാനം കൂടിയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഒരു ഗവേഷണമൊക്കെ ചെയ്യുമ്പോൾ ഒരാളുടെ വാദത്തെ ഖണ്ഡിക്കണമെങ്കിൽ ആ പേരെടുത്ത് തന്നെ പരാമർശിക്കണം, എന്നാൽ മാത്രമേ ആ വാദം ഖണ്ഡിക്കപ്പെടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വളരെ ജനാധിപത്യ വിരുദ്ധമായി ചാതുർവർണ്ണ്യം വളരെ നല്ലതാണെന്ന് പറയുക എന്ന് പറയുന്നത് എത്ര ഹീനമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. 2025 ചാതുർവർണ്ണ്യത്തെ ന്യായീകരിക്കുകയാണ്. അതാണ് ചാന്തോക്യോപനിഷത്തിൽ ധർമ്മത്തിന് 3 സ്കന്ധങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്, 3 അവയവങ്ങളുണ്ട് ധർമ്മത്തിനെന്ന് പറയുന്നുണ്ട്. യജ്ഞം, അധ്യയനം, ദാനം എന്നിവയാണ് ആദ്യത്തെ സ്കന്ധം. തപസ് തന്നെ രണ്ടാമത്തേത്. ആചാര്യകുലത്തിൽ ബ്രഹ്മചര്യോടുകൂടി ശരീരം അത്യന്തം ക്ഷീണിപ്പിക്കുന്നത് 3ാമത്തെ സ്കന്ധമാണ്. ഇവരെല്ലാം പുണ്യലോകരായി തീരുന്നു എന്ന് ചാന്തോക്യോപനിഷത്തിൽ പറയും. ത്രയോ ധർമ്മസ്കന്ധ യജ്ഞോ അധ്യയനം ദാനമൃതി പ്രഥമസ്തവയേവ ദ്വിതീയോ ബ്രഹ്മചര്യ ആചാര്യകുലവാസി തൃതീയോ അത്യന്തം ആത്മനം ആചാര്യകുലെ അവസാദയൻ സർവയേതേ പുണ്യലോകാഭവന്തി ബ്രഹ്മസംസ്ഥോ അമൃതത്വമേതി. 2025 ചാന്തോക്യോപനിഷത്ത് വായിക്കുമ്പോൾ കേവമായിട്ട് നമുക്ക് തോന്നും, ബഹുകേമം, കൊള്ളാമല്ലോ. യജ്ഞം, അധ്യയനം, ദാനം ആദ്യത്തെ സ്കന്ധം. ഇപ്പോൾ എല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്നു, ഭാഗവത സപ്താഹ യജ്ഞത്തിൽ പങ്കുകൊള്ളുന്നു, രുദ്രമഹായജ്ഞം പങ്കുകൊള്ളുന്നു. അപ്പം ഞാൻ യജ്ഞത്തിൽ പങ്കുകൊണ്ടു, ധർമ്മം പൂർത്തിയായി. രണ്ടാമത്തത് തപസ് തന്നെ. 3ാമത്തത് ആചാര്യകുലത്തിൽ ബ്രഹ്മചര്യോടുകൂടി ശരീരം അത്യന്തം ക്ഷീണിപ്പിക്കുക. ഇതെല്ലാം നമുക്ക് 2025 നോക്കുമ്പം ചാന്തോക്യോപനിഷത്തിൽ കാണുന്നതെല്ലാം വളരെ നല്ലതാണെന്ന് തോന്നും. പക്ഷേ ചാന്തോക്യോപനിഷത്ത് രചിക്കപ്പെട്ട കാലത്ത് ആർക്കാ യജ്ഞം ചെയ്യാൻ അധികാരം ഉണ്ടായിരുന്നെന്ന ചോദ്യം നമ്മൾ ചോദിക്കത്തില്ല. ആർക്കാ ദാനം കിട്ടിക്കൊണ്ടിരുന്നത്? ഇന്ത്യയിലെ വേദങ്ങളിലോ ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ എവിടെയെങ്കിലും ഒരു കീഴാളന് ദാനം കൊടുക്കണമെന്ന് പറയുന്നുണ്ടോ? ഭാഗവത പുരാണത്തിൽ പറയുന്നുണ്ടോ ഒരു കീഴാളിന് ദാനം കൊടുക്കണമെന്ന്? സാക്ഷാൽ ശ്രീകൃഷ്ണൻ കുചേലൻ എന്ന് പറയുന്ന ബ്രാഹ്മണനല്ലാതെ ഒരു അബ്രാഹ്മണർക്കും ദാനം കൊടുത്തിട്ടില്ല. അതെന്താ? കൃഷ്ണന് തൊട്ടുകൂടായ്മ ഉണ്ടായിട്ടാ? ഇതാണ് നമ്മുടെ വ്യവസ്ഥാക്രമം എന്ന് പറയുന്നത്. ഭാഗവത പുരാണത്തിൽ പറയും, ഭാഗവത പുരാണം കലിയുഗ വർണ്ണനയിൽ പറയുന്നത് ബ്രാഹ്മണൻ വിരാട് പുരുഷൻ്റെ മുഖത്തു നിന്നുണ്ടായി എന്ന് പറയുന്നു, ശൂദ്രൻ പാദത്തിൽ നിന്നുണ്ടായി എന്ന് പുരുഷ സൂക്തത്തിൽ പറയുന്നുണ്ട്. ഭാഗവത പുരാണത്തിൽ തൊട്ടടുത്ത വാചകം ഇതാണ്, ശ്ലോകം ഇതാണ്. ആ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മുഖത്തു നിന്നുണ്ടായ ബ്രാഹ്മണൻ ഉത്തമനും പാദത്തിൽ നിന്നുണ്ടായ ശൂദ്രൻ അധമനുമാണ് എന്നാണ് ഭാഗവത പുരാണം പറയുന്നത്.
ഭാഗവത പുരാണം കലിയുഗ വർണ്ണന അവസാനിക്കുമ്പോൾ ഭാഗവത പുരാണത്തിൽ പറയുന്നത് കലിയുഗത്തിൽ ഭഗവാൻ വാസുദേവൻ അവതരിക്കും. എന്തിനാ? ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെയൊക്കെ രക്ഷിക്കാനാണോ? ഭാഗവത പുരാണം വളരെ വ്യക്തമായി മറുപടി പറയുന്നുണ്ട്. ചാതുർവർണ്ണ്യത്തെ, വർണ്ണാശ്രമധർമ്മത്തെ പണ്ടേ പോലെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഭഗവാൻ വാസുദേവൻ അവതരിക്കും എന്നാണ് ഭാഗവത പുരാണത്തിൽ പറയുന്നത്. ഞാൻ ആ ശ്ലോകം പിന്നീട് ഉദ്ധരിക്കാം. കാരണം ആ ശ്ലോകം ശങ്കരാചാര്യർ ഗീതാഭാഷ്യത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ആരെക്കാത്ത നമ്മൾ ഇരിക്കുന്നത്? ജാതി വ്യവസ്ഥ പണ്ടേ പോലെ പുനഃസ്ഥാപിക്കാൻ വരുന്ന മഹാനെ കാത്ത് ഇരിക്കുകയാണ്. പട്ടികാതി ക്ഷേമ സമിതിക്കാർ അല്ലെങ്കിൽ അതിൽ അംഗങ്ങൾ അങ്ങനെ ഒരു മഹാനെ കാത്തിരുന്നാൽ എങ്ങനെ ഇരിക്കും? പട്ടികാതി ക്ഷേമ സമിതിയെ തന്നെ അദ്ദേഹം ആദ്യം വകവരുത്തും. കാരണം ജാതി വ്യവസ്ഥയ്ക്കെതിരായ പോരാട്ടമാണ് പട്ടികാതി ക്ഷേമ സമിതി നടത്തുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനെതിരെയുള്ള പ്രതിരോധവുമായിട്ടാണ് ഈ മഹാൻ ഇങ്ങോട്ട് വരാൻ പോകുന്നത്. വർണ്ണാശ്രമധർമ്മത്തെ പണ്ടേ പോലെ പുനഃസ്ഥാപിക്കുക എന്ന വ്യവസ്ഥാക്രമം. ചാന്തോക്യോപനിഷത്തിൽ പറയും, ഞങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാരായ ബ്രാഹ്മണർ വരുമ്പോൾ അവർക്ക് ആസനം മുതലായി നൽകി അവരുടെ ക്ഷീണം തീർക്കാൻ സഹായിക്കണം. ചാന്തോക്യോപനിഷത്തിലെ വാക്ക. ഈ ചാന്തോക്യോപനിഷത്തിൽ തന്നെയാണ് എന്ത് കാണുന്നത്? തത്വമസി കാണുന്നത്. കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും തത്വമസി ബഹുകേമം, അത് നീയാകുന്നു, അത് നീയാകുന്നു. വെറുതെ നമ്മുടെ ആളുകൾ തെറ്റിദ്ധരിക്കേണ്ട, അത് ബ്രാഹ്മണനാകുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. രണ്ട് ബ്രാഹ്മണർക്കിടയിൽ മാത്രമേ ഈ സംഭാഷണം സാധ്യമാകത്തുള്ളൂ. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ബാധകമായ ഒരു വാക്യമേ അല്ല തത്വമസി. അതുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു, ഒരു കൈയിൽ തത്വമസിയും മറുകൈയിൽ ജാതി വ്യവസ്ഥയും കൊണ്ടു നടക്കാൻ ഒരു ബുദ്ധിശൂന്യന് മാത്രമേ കഴിയൂ എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ തത്വമസിയെപ്പറ്റി പറഞ്ഞത്. ചാന്തോക്യോപനിഷത്ത് പറയും, നോ ഇതരാണിയേ കേച്ച അസ്മാത് ശ്രേയാംസോ ബ്രാഹ്മണാഹ തേഷാം തയാസനേന പ്രശ്വസിതവ്യം. ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരായ ബ്രാഹ്മണർ വരുമ്പോൾ നീ എഴുന്നേറ്റ് നിൽക്കണം. എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കണമെന്ന് ഒരു വാക്ക് ഏതെങ്കിലും പുരാണത്തിൽ നിന്ന് നമുക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ? ഒരു പുരാണത്തിലുമില്ല. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണമെന്ന്, എല്ലാ മനുഷ്യരെയും ആദരിക്കണമെന്ന്, എല്ലാ മനുഷ്യരോടും സാഹോദര്യം പുലർത്തണമെന്ന് വേദങ്ങളിലുമില്ല, ഇതിഹാസങ്ങളിലുമില്ല, പുരാണങ്ങളിലുമില്ല. ഞാൻ 7ാം ക്ലാസ് മുതൽ സംസ്കൃതം പഠിക്കുന്ന ഒരാളാണ്. 7ാം ക്ലാസ് മുതൽ സംസ്കൃതം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എൻ്റെ അമ്മ പുരാണങ്ങൾ പഠിപ്പിക്കാൻ തന്നെ ഒരു മണികണ്ഠൻ പിള്ള എന്നൊരു ഭാഗവതരുടെ അടുത്ത് 7 കൊല്ലം അദ്ദേഹത്തിന് കീഴിൽ വിവിധ പുരാണങ്ങൾ പഠിപ്പിച്ചു. തന്ത്രവും മന്ത്രവും ഒക്കെ പഠിപ്പിക്കാൻ എൻ്റെ അമ്മ എന്നെ കുമാരൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു ഗുരുവിൻ്റെ അടുത്താക്കി. അദ്ദേഹത്തിന് കീഴിലും 6-7 വർഷം ചിലവഴിച്ചു. ജ്യോതിഷം പഠിക്കാനും ഇതുപോലെ 6-7 വർഷം ചിലവഴിച്ചു. എന്തായാലും അത് കൂടാതെ സംസ്കൃതത്തിലുള്ള ഔദ്യോഗിക വിദ്യാഭ്യാസത്തിന് 10-20 വർഷക്കാലം ചിലവഴിച്ചു. പക്ഷേ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞതുപോലെ സനാതനധർമ്മത്തിൻ്റെ ഈ ഗ്രന്ഥപാഠങ്ങളെ പരിശോധിക്കാൻ ഞാൻ സാഹോദര്യത്തെ ഒരു മാനദണ്ഡമാക്കുന്നു. ഈ സനാതനധർമ്മത്തിൻ്റെ ഗ്രന്ഥപാഠങ്ങളെ പരിശോധിക്കാൻ ഞാൻ സമത്വത്തെ ഒരു മാനദണ്ഡമാക്കുന്നു എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. സമത്വവും സാഹോദര്യവും ഒരു മാനദണ്ഡമാക്കി വെച്ചുകൊണ്ട് ഈ ഗ്രന്ഥപാഠങ്ങളെ പരിശോധിക്കുമ്പോൾ ഇതിൽ സമത്വമോ സാഹോദര്യമോ സ്നേഹമോ ഇല്ല എന്ന് നമുക്ക് വ്യക്തമാകും. നമ്മൾ 2025 ഇരുന്ന് അങ്ങോട്ട് നോക്കി അതിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. നമുക്കത് വിട്ടുകളയാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പ്രശ്നം എന്താണ്? 2025 ഈ ഗ്രന്ഥപാഠങ്ങളുടെ വ്യവസ്ഥാക്രമം നമ്മളെ അടിച്ചേൽപ്പിക്കാനും ആ വ്യവസ്ഥാക്രമം നമ്മൾ പരിപാലിക്കണമെന്ന് വാശി പിടിക്കുമ്പോൾ ഈ വിമർശനത്തിന് തീർച്ചയായും പ്രസക്തിയുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇനി എന്താണ് ധർമ്മം എന്ന് കുറച്ച് ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. മനുസ്മൃതിയിൽ എന്താണ് ധർമ്മം എന്ന് വ്യക്തമാക്കുന്നുണ്ട്. മനുസ്മൃതി 1-ാം അധ്യായം 2-ാമത്തെ ശ്ലോകത്തിൽ പറയും, ഭഗവൻ സർവവർണ്ണാനാം യഥാവതനു പൂർവശഃ അന്തരപ്രഭവാണാം ച ധർമാൻ നോ വക്തുമർഹസി. മനു എന്ന് പറയുന്ന ആ മാനവധർമ്മശാസ്ത്രകാരൻ്റെ അടുത്ത് എന്ന് മുനിമാർ അപേക്ഷിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, ബ്രാഹ്മണാദി 4 വർണ്ണങ്ങളുടെയും അന്തരാള ജാതികളുടെയും ധർമ്മങ്ങളെ വഴി പോലെ പറഞ്ഞു തന്നാലും, നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും ഉണ്ടോ? ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നൊരു ധർമ്മം പറഞ്ഞു തന്നാലും പ്രാർത്ഥിച്ചോ? ഇവിടെ ഇല്ല. ഞങ്ങൾക്ക് സാഹോദര്യത്തിൻ്റെ മഹാതത്വങ്ങൾ പറഞ്ഞു തന്നാലും മനുവേ പറഞ്ഞോ? ഇല്ല. എന്താ പിന്നെ പറഞ്ഞത്?
ബ്രാഹ്മണാദി 4 വർണ്ണങ്ങളുടെയും അന്തരാള ജാതികളുടെയും ധർമ്മങ്ങളെ വഴിപോലെ പറഞ്ഞു തന്നാലും, ആ ധർമ്മം എന്താണെന്ന് ഞാൻ വിശദമാക്കാം. അപ്പോൾ ഇവിടെ ധർമ്മത്തിന് എന്താണ് അർത്ഥം? പിണറായി വിജയൻ പറഞ്ഞതുപോലെ വർണ്ണധർമ്മം എന്ന് തന്നെയാണ് അർത്ഥം. ഇതേ ആശയം യാജ്ഞവൽക്യ സ്മൃതിയിൽ കാണാം. യോഗീശ്വരം യാജ്ഞവൽക്യം സമ്പൂജ്യ മുനയോ അബ്രുവൻ വർണ്ണാശ്രമേതരേഷാം നോ ബ്രൂഹി ധർമാനശേഷതഃ. ഉച്ച കഴിഞ്ഞ് ഈ 4 മണിക്ക് ശ്ലോകം ചൊല്ലിയാൽ ഉറക്കം വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. എങ്കിലും ഈ ശ്ലോകമൊക്കെ ചൊല്ലി വേണമല്ലോ ഈ കാര്യം പറയാൻ, ഇല്ലെങ്കിൽ ഒരു ആധികാരികത ഇല്ലാതെ പറഞ്ഞു പോയി എന്നൊരു അപവാദം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ യോഗീശ്വരനായ യാജ്ഞവൽക്യനോട് മുനിമാരി പൂജിച്ചിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് വർണ്ണാശ്രമധർമ്മത്തെ ചൊല്ലിത്തരൂ മുനെ. ഇവിടെയും സ്നേഹത്തിൻ്റെ തത്വം പറഞ്ഞു തരാൻ പറയുന്നില്ല, സാഹോദര്യത്തെപ്പറ്റി പറയുന്നില്ല, വർണ്ണാശ്രമധർമ്മം പറഞ്ഞു തന്നാലും എന്നാണ് പറയുന്നത്. തന്ത്രവാർത്തികം എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ മീമാംസ ഗ്രന്ഥത്തിൽ പറയും, സർവധർമ്മ സൂത്രാണാം വർണ്ണാശ്രമധർമ്മോപദേശിത്വാത്. സർവധർമ്മ സൂത്രങ്ങളിലും പരാമർശിക്കുന്ന എന്താണ്? വർണ്ണാശ്രമധർമ്മത്തെയാണ് ധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ്. ധർമ്മത്തെ മനുസ്മൃതി, ധർമ്മത്തിൻ്റെ ലക്ഷണം കൊടുക്കുന്നുണ്ട് മനുസ്മൃതി. വേദസ്മൃതി സദാചാര സ്വസ്യച പ്രിയമാത്മനഃ ഏതശ്ചതുർവിധം പ്രാഹു സാക്ഷാത് ധർമ്മസ്യ ലക്ഷണം. മനുസ്മൃതി 2-ാം അധ്യായം 12-ാമത്തെ ശ്ലോകം. ധർമ്മത്തിൻ്റെ ലക്ഷണമായി വേദം, സ്മൃതി, സദാചാരം, ആത്മതുഷ്ടി എന്നിവ 4 പറയപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്താണ് സദാചാരം എന്ന് മാത്രം ഒന്ന് നോക്കാം. വർണ്ണാനാം സാന്തരാളാനാം സദാചാര ഉച്യതേ. മനുസ്മൃതി 2-ാം അധ്യായം 18-ാമത്തെ ശ്ലോകം. ചതുർവർണ്ണങ്ങളുടെയും അന്തരാള ജാതികളുടെയും ആചാരമാണ് സദാചാരം. ഇപ്പം പിടികിട്ടിയോ? ബീച്ചിൽ ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഇരിക്കുമ്പോൾ കുറുവടിയുമായിട്ട് ആളുകൾ പോകുന്നത് എന്തിനാണ്? ഈ മനുസ്മൃതിയുടെ സദാചാരം നടപ്പിലാക്കാൻ. കാര്യം വ്യക്തമാണ്. കാരണം ഈ വർണ്ണാശ്രമധർമ്മം അനുസരിച്ച് വർണ്ണസങ്കരം സംഭവിക്കാൻ പാടില്ല, വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളുകൾ പരസ്പരം വിവാഹം കഴിക്കാൻ പാടില്ല, ബന്ധപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് കുറുവടി സംഘം ആളുകളെ ഓടിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത്. ഇനി ഈ ധർമ്മം അനുസരിച്ച് ആളുകൾ എങ്ങനെ പ്രവർത്തിക്കും, എങ്ങനെ ജീവിക്കും എന്നത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശം മനുസ്മൃതി കൊടുക്കുന്നുണ്ട്. ഒരു ഉദാഹരണം മാത്രം പറയാം. മംഗല്യം ബ്രാഹ്മണ്യസ്യാത് ക്ഷത്രിയസ്യ ബലാന്വിതം വൈശ്യസ്യ സംയുക്തം ശൂദ്രസ്യ തു ജുഗുപ്സിതം. മനുസ്മൃതി 2-ാം അധ്യായം 30-ാമത്തെ ശ്ലോകം. ബ്രാഹ്മണന് മംഗളസൂചകമായ പേരും ക്ഷത്രിയന് ബലത്തെ സൂചിപ്പിക്കുന്നതും വൈശ്യന് ധനപരമായതും ശൂദ്രന് ജുഗുപ്സ ഉളവാക്കുന്നതുമായ പേര് നൽകണം. കുട്ടി, കിട്ടി, കാട്ടി എന്നൊക്കെയുള്ള പേരുകളുണ്ടല്ലോ. ഇങ്ങനെയുള്ള പേരുകളെ ശൂദ്രന് താഴോട്ടുള്ളവർക്ക് കൊടുക്കാവൂ. ബ്രാഹ്മണൻ്റെ പേര് കേൾക്കുമ്പോഴോ ആഹാ ബഹുരസം, ബഹുഹേമമായിരിക്കണം. ശൂദ്രൻ്റെ പേര് കേൾക്കുമ്പോഴോ ചാണകത്തിൽ ചവിട്ടിയ ഫീലിംഗ് ആയിരിക്കണം. ഇതാണ് മനു കൽപ്പിച്ചത്. അതുകൊണ്ട് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, നിങ്ങളുടെ ഹിറ്റ്ലറെ അപേക്ഷിച്ച് ഞങ്ങളുടെ ഹിറ്റ്ലറെ നോക്കിയാൽ ഞങ്ങളുടെ മനുവിനെ അപേക്ഷിച്ച് ഹിറ്റ്ലർ എത്രയോ പാവമാണ്, ഞങ്ങളുടെ മനുവിനെ അപേക്ഷിച്ച് നിങ്ങളുടെ ഹിറ്റ്ലർ എത്രയോ പാവമാണെന്ന് സഹോദരൻ അയ്യപ്പൻ ഒരിക്കൽ പറഞ്ഞു. അത്ര ക്രൂരനാണ് ഈ മനു. മനുഷ്യർക്ക് പേരിടുമ്പോൾ പോലും എങ്ങനെ ജുഗുപ്സ ഉളവാക്കുന്ന പേരിടണമെന്ന് എഴുതി വെച്ചു. ഇതിനേക്കാളും നികൃഷ്ടമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചണ്ടാളന്മാരുടെ പൊട്ടിയ പാത്രത്തിലെ ഭക്ഷണം കൊടുക്കാവൂ, അവർക്ക് സ്വന്തമായിട്ട് സ്വത്തുണ്ടാകാൻ പാടില്ല. സ്ത്രീകളുടെ ധർമ്മം എന്താണെന്ന് കൂടി പറയുന്നുണ്ട്. ബാലയാവാ യുവത്യാവാ വൃദ്ധയാവാപി യോഷിത ന സ്വാതന്ത്ര്യേണ കർത്തവ്യം കിഞ്ചിത് കാര്യം ഗൃഹേഷ്വപി. ബാലയോ യുവതിയോ വൃദ്ധയോ ആരായാലും സ്ത്രീ സ്വഗ്രഹത്തിൽ പോലും ഒരു കാര്യവും സ്വേച്ഛയാ ചെയ്യരുത്. ചേട്ടനോട് ചോദിച്ചിട്ടേ ചെയ്യാവൂ. ചായ ഇടണമെങ്കിൽ ആരോട് ചോദിക്കണം? ചേട്ടനോട് ചോദിക്കണം. യസ്മൈ ദദ്യാത് പിതാത്വേനാം ഭ്രാതാവാനുമതേ പിതുഃ തം ശുശ്രൂഷേത ജീവന്തം സംസ്ഥിതം ചന ലംഘയേത്. പിതാവോ പിതാവിൻ്റെ അനുമതിയോടുകൂടി സോദരനോ സ്ത്രീയെ ആർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നവോ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സ്ത്രീ അയാളെ ശുശ്രൂഷിക്കണം. സ്ത്രീകളുടെ ജോലി എന്താണ്? ജീവിതകാലം മുഴുവൻ ഭർത്താവിനെ ശുശ്രൂഷിക്കുക. ഭർത്താവിൻ്റെ കൈ എവിടെ പോയി? ഭർത്താവിന് കൈയില്ലേ എപ്പോഴും ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കാൻ? അവരുടെ കൈ മാങ്ങാൻ പറിക്കാൻ പോയി. അപ്പം വളരെ കൃത്യമായൊരു പുരുഷാധിപത്യ ബ്രാഹ്മണ്യ വ്യവസ്ഥയാണ് മനു ഉറപ്പിക്കുന്നത് എന്ന് സാരം. ഇത് മനു പറയുന്ന കാര്യം മാത്രമല്ല കേട്ടോ, ഇത്
നമ്മൾ കർക്കിടക മാസത്തിൽ രാമായണം ഇരുന്ന് വായിക്കുമല്ലോ, ആ രാമായണത്തിൽ ഇതൊക്കെ തന്നെ പറയുന്നത്. ആ ശ്ലോകമൊക്കെ ഞാൻ ഉദ്ധരിക്കാം. അച്ഛനെന്ത് എന്തൊന്ന് ഇച്ഛ എന്നാലത് ഇച്ഛയെന്നുറച്ചീരേണം അമ്മയും. അച്ഛൻ എന്താണോ ഇച്ഛയെന്ന് വിചാരിക്കുന്നത് അത് അമ്മ സ്വന്തം ഇച്ഛയാണെന്ന് വിചാരിക്കണം. പറയുന്നത് എഴുത്തച്ഛനാണ്, മഹാഭാരതം കിളിപ്പാട്ടിൽ. എന്ന് പറഞ്ഞാൽ ഓരോ സ്ത്രീയും ഒരു പുരുഷനായി മാറിത്തീരണമെന്നർത്ഥം. പുരുഷാധിപത്യം എങ്ങനെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്? പുരുഷാധിപത്യ വ്യവസ്ഥയെ സ്ത്രീകൾ സ്വാംശീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അച്ഛൻ്റെ ഇച്ഛ എന്താണെന്ന് അമ്മ സ്വാംശീകരിക്കണം, എന്നിട്ട് ആ ഇച്ഛയനുസരിച്ച് പ്രവർത്തിക്കണം. അച്ഛനെ മറികടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല. സ്ത്രീക്കൊരു സ്വത്തും ഉള്ളതായിട്ട് പോലും ഈ ധാർമ്മിക വ്യവസ്ഥ അംഗീകരിക്കുന്നില്ല. പിതാവോ സഹോദരനോ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നോ ജീവിതകാലം മുഴുവൻ അവൻ്റെ അടിമയായിട്ട് കഴിയുക. അടുക്കളയെ സ്പൂണും കലവും തവിയുമായിട്ട് ജീവിതകാലം മുഴുവൻ. സ്കൂളിലെ ടീച്ചറാണെങ്കിലും പേര് പറയുമ്പോൾ സ്കൂൾ ടീച്ചറായിരിക്കും, പക്ഷേ രാവിലെ സർവ്വ പണിയും കഴിഞ്ഞ് സ്കൂളിലോട്ട് ഓടണം. ജോലിയും കഴിഞ്ഞ് പിന്നെയും വരുന്നത് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റത്തില്ല, പിന്നെയും കലവും തവിയുമായിട്ട് അടുക്കളയിലോട്ട് കയറുക. മറ്റേ അദ്ദേഹവും ജോലിയും കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ ചാരി ഇരുന്ന് മാതൃഭൂമിയോ ദേശാഭിമാനിയോ അല്ലെങ്കിൽ XOR Y വായിക്കുന്നുണ്ടാവും. ഈ ധാർമ്മിക വ്യവസ്ഥയുടെ പേരാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സ്വയം മാറുക കൂടി വേണം. ആത്മപരിശോധന നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ത്രീ പുരുഷ തുല്യത സനാതന ധർമ്മം അംഗീകരിക്കുന്നില്ല. സ്ത്രീ പുരുഷ തുല്യതയാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്രം. അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി എന്ന് പറയുന്നത് സനാതന ധർമ്മത്തിനെതിരായ ഒരു കാര്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിയും സനാതന ധർമ്മം ഒരുമിച്ച് യോജിച്ച് പോവുകയില്ല. യഥാർത്ഥത്തിൽ സനാതന ധർമ്മം എന്ന് പറയുന്നത് ഭരണഘടനയ്ക്കെതിരായ യുദ്ധത്തിൻ്റെ പേരാണ്. ഭരണഘടനയ്ക്കെതിരായ യുദ്ധത്തിൻ്റെ പേരാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഭരണഘടന അയിത്തം നിയമം മൂലം നിരോധിക്കുമ്പോൾ സനാതനധർമ്മം അയിത്തം മഹത്തരമാണെന്ന് പറയുന്നു. സനാതനധർമ്മം തൊഴിലിൽ തുല്യാവകാശം ഉറപ്പുവരുത്തുമ്പോൾ സനാതനധർമ്മം ചാതുർവർണ്ണ്യം അനുസരിച്ച് മാത്രം ആളുകൾ തൊഴിൽ ചെയ്താൽ മതിയെന്ന് വാദിക്കുന്നു. അതുകൊണ്ടാണ് ശബരിമലയിൽ മലയാള ബ്രാഹ്മണൻ പൂജിച്ചാൽ മതിയെന്നും പാലക്കുറുമ്പയെ മലയാള നമ്പൂതിരി പൂജിച്ചാൽ മതിയെന്നും ഗുരുവായൂരിൽ സാമ്പാറിൽ കായം കലക്കാൻ പട്ടര് വേണമെന്നും വാദിക്കുന്നത് ഈ തുല്യതയില്ലാത്തത് കൊണ്ടാണ്. തുല്യതയില്ല. തുല്യത നമ്മുടെ രാജ്യത്തിൻ്റെ ഹൃദയഭാവമായി മാറിയിട്ടില്ല. കാരണം തുല്യത ഉണ്ടാകുവാൻ ഈ സനാതനധർമ്മം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് തുല്യതയ്ക്കായുള്ള സമരങ്ങൾ നമ്മൾ തുടരേണ്ട ഒന്നാണ്. അത് സനാതനധർമ്മത്തിനെതിരായ സമരമാണ്. അങ്ങനെ മാത്രമേ നമുക്ക് ഈ സനാതനധർമ്മത്തെ പരാജയപ്പെടുത്താൻ കഴിയുകയുള്ളൂ. സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർമ്മ പുനർജന്മ സങ്കല്പമാണ്. നമ്മുടെ ഒരു MP അദ്ദേഹം ആഗ്രഹിച്ചത് അടുത്ത ജന്മം ബ്രാഹ്മണനായിട്ട് ജനിച്ചിട്ട് ശബരിമലയിൽ പൂജാരിയാകണമെന്നായിരുന്നല്ലോ ഒരു മഹാൻ്റെ ആഗ്രഹം. നിങ്ങളും കേട്ട് കാണും. പക്ഷെ അദ്ദേഹം അറിയാത്തൊരു കാര്യമുണ്ട്. ശൂദ്രന് നേരിട്ട് ബ്രാഹ്മണനായി പ്രൊമോഷൻ ഇല്ല സനാതനധർമ്മം അനുസരിച്ച്. ഹൈ പ്രൊമോഷൻ തസ്തികയല്ല. ഒരു ശൂദ്രൻ എങ്ങനെ ഈ സനാതനധർമ്മം അനുസരിച്ച് എങ്ങനെയാണ് ശൂദ്രൻ ബ്രാഹ്മണനാകുന്നത്? ശൂദ്രൻ ആദ്യം വൈശ്യനാകണം, വൈശ്യനായിട്ട് വൈശ്യ പുരുഷനാകണം, പിന്നെ ആദ്യം വൈശ്യ സ്ത്രീയായിട്ട് ജനിക്കണം, പിന്നെ വൈശ്യ പുരുഷനാകണം, പിന്നെ ക്ഷത്രിയ സ്ത്രീ ആകണം, ക്ഷത്രിയ പുരുഷനാകണം, ബ്രാഹ്മണ സ്ത്രീ ആകണം. ഇങ്ങനെ ഒരു 3-4 റൗണ്ട് ജന്മം കഴിഞ്ഞാലേ ഉള്ളൂ ബ്രാഹ്മണ പുരുഷനായിട്ട് പ്രൊമോഷൻ. അദ്ദേഹം വിചാരിച്ചത് ഹൈ പ്രൊമോഷൻ ഉടൻ തന്നെ സർക്കാർ ഓർഡർ ഇറക്കുന്ന പോലെ ഉത്തരവിട്ട അടുത്ത ജന്മം അങ്ങ് ബ്രാഹ്മണനായി ശബരിമലയെ പൂജിക്കാവുന്ന. നടപ്പുള്ള കാര്യമല്ല. ഇങ്ങനെ അടുത്ത ജന്മം കൊണ്ട് എന്തെങ്കിലും നേടാമെന്ന് വിചാരിച്ചവരല്ല കേരളത്തിലെ നവോത്ഥാന പോരാളികൾ. സഖാവ് കൃഷ്ണപിള്ള ഒരു ജന്മം കാത്തിരുന്നിട്ടല്ല മണിയടിച്ചത് ഗുരുവായൂരിൽ പോയി. ഈ ജന്മത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് സഖാവ് കൃഷ്ണപിള്ള മണിയടിച്ചത്. AKGയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടന്നത്, വൈക്കത്ത് നടന്ന സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, കേരളത്തിൽ നടന്ന നിരവധി പോരാട്ടങ്ങൾ, എല്ലാ മനുഷ്യർക്കും ഒരുമിച്ചിരുന്ന് അന്തസ്സായിട്ട് ഭക്ഷണം കഴിക്കുവാൻ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന പന്തിഭോജനം, ആനന്ദതീർത്ഥസ്വാമികൾ കൊണ്ട അടി, TK മാധവൻ ഛർദ്ദിച്ച രക്തം, രാമനിളയതിനെ നഷ്ടപ്പെട്ട കണ്ണ്, ഇങ്ങനെ ഈ ജന്മത്തിൽ ഇഹലോകവാസ ജീവിതം ഏറ്റവും സുഖപ്രദമായി മാറുന്നതിനും ചാതുർവർണ്ണ്യത്തിൻ്റെ ഹിംസാത്മക വ്യവസ്ഥാക്രമത്തെ സമ്പൂർണ്ണമായി ഉന്മൂലനം ചെയ്തതിനു വേണ്ടിയാണ് കേരളത്തിൽ ഇത്രയധികം മഹാന്മാർ ചോര ഛർദ്ദിച്ച് അന്ധന്മാരായി ചാതുർവർണ്ണ്യ ഗുണ്ടകളുടെ അടി മുഴുവൻ മേടിച്ചു കൂട്ടിയത്. അല്ലാതെ വരാൻ പോകുന്ന ജന്മത്തിൽ
ബ്രാഹ്മണനായിട്ട് ഇരിക്കാമെന്നുള്ള അർത്ഥത്തിലല്ല. ബ്രാഹ്മണത്വം എന്ന് പറയുന്നത് അത്തരം ശ്രേഷ്ഠമായൊരു സ്ഥാനമാന പദവിയുമല്ല. മനുഷ്യനാകണമെന്നാണ് ഗുരുസ്വാമികൾ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് മനുഷ്യനാകണമെന്ന് പഠിപ്പിച്ച ഗുരുവിനെ സനാതനധർമ്മത്തിൻ്റെ വക്താവാക്കാൻ ശ്രമിക്കുന്നത്. ഗുരു എന്താണ് പറഞ്ഞത്? മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വേത്തി കോപിന എന്ന് പറഞ്ഞു. യഥാ ഗവാം ഗോത്വം, എപ്രകാരമാണോ പശുവിന് പശുത്വം, തഥാ മനുഷ്യാണാം മനുഷ്യത്വം ജാതി, അതുപോലെ മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി. ന ബ്രാഹ്മണാതിരസ്യൈവം, ബ്രാഹ്മണാദി ഭേദങ്ങൾ നിലനിൽക്കുന്നില്ല. അസ്യ തത്വം ന വേത്തി, ഈ തത്വം ആരും അറിയുന്നില്ലല്ലോ എന്ന് ഗുരുസ്വാമികൾ പറഞ്ഞു. അപ്പം നമ്മൾ ബ്രാഹ്മണനാകാനല്ല, കർമ്മബ്രാഹ്മണനാകാനല്ല ശ്രമിക്കേണ്ടത്. സാഹോദര്യമുള്ള, സമത്വമുള്ള, സ്നേഹമുള്ള, ഏറ്റവും മെച്ചപ്പെട്ട മനുഷ്യനാകാനുള്ള യാത്രയിലാണ് നമ്മൾ ഏർപ്പെടേണ്ടത്. ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് നിഷേധാത്മകമായ സമൂഹത്തിൽ മനുഷ്യർക്കിടയിൽ ചേരുതിരിവുകൾ സൃഷ്ടിക്കുന്ന, വേർതിരിവുകൾ സൃഷ്ടിക്കുന്ന ഒരു വ്യവസ്ഥാക്രമത്തിൻ്റെ പേരാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. അത് നമ്മൾ ഉപേക്ഷിക്കണം. യഥാർത്ഥത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ 50കളിൽ ബുദ്ധമതം ഉപേക്ഷിക്കുന്നത്, ബുദ്ധമതത്തിലേക്ക് പോകുന്നത് ഈ സനാതനധർമ്മത്തെ ഉപേക്ഷിച്ചുകൊണ്ടാണ്. സനാതനധർമ്മത്തെയാണ് ഇപ്പോൾ വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണം എന്നതിലൂടെ ഡോക്ടർ ബി ആർ അംബേദ്കർ അർത്ഥമാക്കിയത് സനാതനധർമ്മത്തെ ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്നാണ്. കാരണം സനാതനധർമ്മം അനിഹിലേറ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമേ ഇന്ത്യയിൽ ജനാധിപത്യം പുലരുകയുള്ളൂ. നമുക്കിപ്പോഴും ജനാധിപത്യം കേവലം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രമായി മാറിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ ഭരിക്കുന്ന പൊതുബോധമായി സനാതനധർമ്മം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ ഭരിക്കുന്ന പൊതുബോധമായി സനാതനധർമ്മ വ്യവഹാരങ്ങൾ നിലനിൽക്കുന്നു. അത് കർമ്മ പുനർജന്മ സങ്കല്പമായി നമ്മളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യർ വ്യത്യസ്ത ലോകങ്ങളെ പ്രാപിക്കുന്നത് അവരവരുടെ കർമ്മഫലത്താലാണെന്ന് പലരും വിശ്വസിക്കുന്നു. ഇപ്പോഴും പുണ്യം ചെയ്തവർ പുണ്യലോകത്തിലും പാപം ചെയ്തവർ പാപലോകത്തിലും ചെന്ന് ചേരുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇതാണ് കർമ്മ പുനർജന്മ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ. പ്രായശ്ചിത്ത സുധാനിധി എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്, സായണൻ എഴുതിയതാണ്. അതിൽ പറയുന്നത് ബ്രാഹ്മണ സ്വർണ്ണഹരണാത് ബഹുമൂത്ര പ്രമേഹവാൻ, ബ്രാഹ്മണ സ്വർണ്ണഹരണാത് ബഹുമൂത്ര പ്രമേഹവാൻ. പ്രമേഹം വരുന്നതിന് കാരണം എന്താണ്? ബ്രാഹ്മണ സ്വർണ്ണഹരണാത്. ഏതാണ്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ബ്രാഹ്മണൻ്റെ സ്വർണ്ണം അപഹരിക്കുന്നവർക്കാണ് എന്ത് വരുന്നത്? ബഹുമൂത്ര പ്രമേഹവാൻ. ധാരാളം മൂത്രം ഒഴിക്കുന്ന പ്രമേഹം വരുന്നത് ബ്രാഹ്മണൻ്റെ സ്വർണ്ണം അപഹരിച്ചിട്ടാണ്. ഈ സദസ്സിലിരിക്കുന്ന ഭൂരിഭാഗം പേരും പ്രമേഹ രോഗികളാണെന്ന് എനിക്കറിയാം. അവരെല്ലാം ബ്രാഹ്മണൻ്റെ സ്വർണ്ണം അപഹരിച്ചവരാണോ നിങ്ങളെല്ലാവരും? പക്ഷേ ഇത് നമ്മൾ വിശ്വസിക്കുന്നു. ഈ വിശ്വാസത്തിൻ്റെ പേരാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് ജാനുമെറ്റ് 5500 ഗ്ലൈസിഫേജ് 500 കഴിക്കുന്നതിന് പകരം ആളുകൾ എന്ത് ചെയ്യും? ബ്രാഹ്മണന് ദാനം കൊടുക്കാൻ നോക്കും. ഇനിയും വേറൊരു വഴിയും കൂടെ, നമ്മളിപ്പോൾ മലയാളികൾ വേറൊരു കാര്യം കൂടെ പഠിച്ചിട്ടുണ്ട്. മരുന്നും മന്ത്രം എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ നമുക്ക്. അപ്പോൾ അത് കുറച്ചുകൂടി തന്നെ ന്യായീകരിക്കാൻ വളരെ എളുപ്പമാണ്. അമ്പലത്തിലൊന്ന് പോയി ദർശനവും നടത്താം, മരുന്നും കഴിക്കാം. രണ്ടും ഒരു ഈക്വൽ, ഒരു സമീകരണ യുക്തിയിലാണ് കാര്യങ്ങൾ. ഇതിൻ്റെ അർത്ഥം നമ്മൾ ക്ഷേത്രത്തിൽ പോകണ്ടെന്നോ ക്ഷേത്രഭക്തി വേണ്ടെന്ന് വെക്കണോ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ബ്രാഹ്മണ്യത്തിൻ്റെ വിവേചന രൂപങ്ങളെ നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. ബ്രാഹ്മണ്യത്തിൻ്റെ വിവേചന രൂപങ്ങൾക്കെതിരായി എന്നും ശക്തിയുക്തം നമ്മുടെ സമരം തുടരുക തന്നെ വേണം. കർമ്മ പുനർജന്മ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. സനാതനധർമ്മം നിലനിൽക്കുന്നത് കർമ്മ പുനർജന്മ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പൂന്താനം ജ്ഞാനപ്പാനയിൽ പാടുന്നുണ്ടല്ലോ, ചണ്ഡകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാള കുലത്തിങ്കൽ പിറക്കുന്നു. വെളുപ്പിനെ 5 മണിക്ക് കേൾക്കാമല്ലോ ജ്ഞാനപ്പാന. അമ്പലത്തിനടുത്ത് വല്ലതും ആണെങ്കിൽ കേൾക്കാം ഉച്ചഭാഷണയിലൂടെ. ചണ്ഡകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാള കുലത്തിങ്കൽ പിറക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ പാപകർമ്മങ്ങൾ ചെയ്തവരാണ് ആരായിട്ട് പിറക്കുന്നത്? ചണ്ടാളരായിട്ട് പിറക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദളിതരും ആദിവാസികളും ദുരിതം അനുഭവിക്കുന്നതിന് കാരണം എന്താണ്? അവർ മുജ്ജന്മത്തിൽ പാപികളായതുകൊണ്ടാണ് അവർക്ക് ഭൂമിയില്ലാത്തതും അവർക്ക് ഈ സമരം നടത്തേണ്ടി വരുന്നതുമെന്നാണ് പൂന്താനം ജ്ഞാനപ്പാനയിൽ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി ഇന്ത്യയിലെ ശ്രേണീകൃത അസമത്വത്തെ ന്യായീകരിക്കുകയാണ് പൂന്താനം ജ്ഞാനപ്പാനയിൽ ചെയ്തത് എന്ന് സാരം. അപ്പം ഇന്ത്യയിൽ നിലനിൽക്കുന്ന അസമത്വത്തെ ന്യായീകരിക്കുന്ന സിദ്ധാന്തമാണ് എന്ത്? കർമ്മസിദ്ധാന്തം എന്ന് പറയുന്നത്. നമുക്ക് രോഗം വരുന്നതും നമ്മളൊരു
കോട്ടാൻകോട്ട് നീചകുലത്തിൽ താഴ്ന്ന ജാതിയിൽ കോട്ടാൻകോട്ട് ജനിക്കുന്നതിന് കാരണം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപകർമ്മങ്ങളാണെന്ന് പറയുന്നു. ഉയർന്ന ജാതിയിലും ധാരാളം പണമുള്ളവർ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് അവരങ്ങനെ ആയത് എന്ന് പറയുന്നു. എന്ന് പറയുമ്പോൾ ഈ അസമത്വം ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നതിന് പകരം ഈ അസമത്വത്തെ നിലനിർത്തുന്നതിനുള്ള സൈദ്ധാന്തിക ന്യായീകരണമാണ് കർമ്മ പുനർജന്മ സിദ്ധാന്തം എന്ന് അർത്ഥം. ഇത് നമുക്ക് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ മാത്രമല്ല, മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെ ഇത് സംബന്ധിച്ച് വളരെയധികം പ്രമാണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അർത്ഥശാസ്ത്രത്തിൽ എന്താണ് ഈ ധർമ്മമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഏഷത്രയീ ധർമ്മശ്ചതുർണാം വർണ്ണാനാമാശ്രമാണാം ച സ്വധർമ്മസ്ഥാപനാദൗപകാരിക എന്ന അർത്ഥശാസ്ത്രത്തിൽ പറയും. ത്രയിലുപദേശിക്കുന്ന ഈ ധർമ്മം 4 വർണ്ണങ്ങൾക്കും 4 ആശ്രമങ്ങൾക്കും സ്വധർമ്മസ്ഥാപനം ചെയ്യുന്നതിനാൽ ഉപകരിക്കുന്നു എന്ന് പറയുമ്പോൾ അർത്ഥശാസ്ത്രം ധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജാതിധർമ്മത്തെയാണെന്നർത്ഥം. എന്താണ് ഈ ജാതിധർമ്മം എന്ന് പറയുന്നത്? അത് ഞാൻ വ്യക്തമാക്കി. ഓരോ ജാതികൾക്കും ഓരോ തൊഴിൽ നിശ്ചയിച്ചിട്ടുണ്ട്, അവരത് മാത്രമേ ചെയ്യാവൂ. പരസ്പരം വിവാഹം പാടില്ല, പന്തിഭോജനം പാടില്ല, മനുഷ്യരെ കള്ളികളായി വേർതിരിച്ച് അയിത്തവും തൊട്ടുകൂടായ്മയും ഒക്കെ നിലനിർത്തുന്ന വ്യവസ്ഥയുടെ പേരാണ് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ വർണ്ണാശ്രമധർമ്മം എന്ന് പറയുന്നത്. അർത്ഥശാസ്ത്രം പറയുന്നുണ്ട് ഓരോരുത്തർക്കും ഏത് ജോലിയാണെന്ന്. ഇത് കഴിഞ്ഞ കാലമല്ല കേട്ടോ, ഇപ്പോഴും ഈ കോഴിക്കോട് നഗരത്തിൽ തന്നെ ഒരു പ്രത്യേക ഗ്രാമത്തിലുള്ള ആളുകളാണ് ഇപ്പോഴും ഈ കക്കൂസ് മാലിന്യം എടുക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് പ്രത്യേക ഗ്രാമത്തിലെ പ്രത്യേക ആൾക്കാർക്ക് ആ ജോലി വന്നു ചേർന്ന് എന്തുകൊണ്ടാണ്? ഇന്ത്യയിലെ മാൻഹോളുകളിൽ ഇപ്പോഴും ചില പ്രത്യേക സമുദായങ്ങൾ മാത്രം മാൻഹോളുകളിൽ കുടുങ്ങി ചത്തുപോകുന്നത് എന്തുകൊണ്ടാണ്? അത് ചാതുർവർണ്ണ്യം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് വലിയ വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണർ മാത്രം മതി എന്ന് പറയുന്നത്? നമ്മൾ വിപ്ലവാത്മകമായി ദളിതരും പിന്നോക്ക ജാതിക്കാരും ഈഴവരും ഒക്കെ പൂജാരിമാരായി ദേവസ്വം ബോർഡിൽ ശാന്തിയായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒറ്റ ശാന്തിക്കാരും ഈ പറയുന്ന ദളിതരും പിന്നോക്ക ജാതിക്കാരുമായിട്ടുള്ള ഒറ്റ ശാന്തിക്കാർ ഒരു പ്രമുഖ ക്ഷേത്രത്തിലും മേൽശാന്തിയായിട്ടില്ല. എന്താ അങ്ങനെ സംഭവിക്കുന്നത്? വരുമാനമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോഴും നമ്പൂതിരിമാർ തന്നെ. വരുമാനമില്ലാത്ത അമ്പലങ്ങളിലെല്ലാം ഈ പിന്നോക്കരും ആദിവാസികളും ദളിതരും ഉണ്ട്. എന്താ ഇങ്ങനെ സംഭവിക്കുന്നതിന് കാരണം? സനാതനധർമ്മം, ചാതുർവർണ്ണ്യം. അതാണ്. അതുകൊണ്ടാണ് നാരായണ ഗുരുസ്വാമികൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സന്ദർഭത്തിൽ പറഞ്ഞു, എവിടെ ഒരാൾ കടക്കാൻ പാടില്ലെന്ന് പറയുന്നുവോ അവിടെ അവൻ കടക്കണം. പന്തിയിൽ കയറി ചെല്ലണം, ഊണ് കഴിക്കണം, തിടപ്പള്ളിയിൽ ചെന്ന് പാൽപ്പായസം കോരി കുടിക്കണം. ഇത് നമ്മളോട് പറഞ്ഞ ആരാണ്? സാക്ഷാൽ നാരായണ ഗുരുസ്വാമികളാണ്. ഗാന്ധി ഉപദേശവും വിനോബ ഭാവെ ഉപദേശവുമായിട്ട് ഗുരുവിൻ്റെ അടുത്ത് വിട്ടു. ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും നാട്ടുകാരോട് പറഞ്ഞ ആളുകളെ പ്രകോപിപ്പിക്കരുതെന്ന് ഗുരുവിനോടൊന്ന് പറയണം എന്ന് പറഞ്ഞ് വിനോബ ഭാവയെ ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു. വിനോബയോട് ഗുരു പറഞ്ഞു, താങ്കളൊരു വൈഷ്ണവനല്ലേ, നിങ്ങൾ സാലോക്യ സാമീപ്യ സാരൂപ്യ സായുജ്യങ്ങളിലല്ലേ വിശ്വസിക്കുന്നത്? ക്ഷേത്രത്തിൻ്റെ പുറത്ത് ചെന്നാൽ അകത്തേക്കൊന്ന് കയറണമെന്നും അകത്ത് കയറിയാൽ വിഗ്രഹത്തെ ഒന്ന് തൊടണമെന്നും വിഗ്രഹത്തെ തൊട്ടാൽ വിഗ്രഹത്തെ പൂജിക്കുകയും ചെയ്യണം എന്ന് കരുതുന്നതിൽ എന്താണ് തെറ്റ് എന്ന് വിനോബയോട് കേരളത്തിൻ്റെ മഹാനായ ഗുരുനാരായണ ഗുരുസ്വാമികൾ ചോദിച്ചു. വിനോബ ഉത്തരമിട്ട് തിരിച്ചു പോവുക ചെയ്തു. ആധ്യാത്മികമായ മോക്ഷലാഭത്തിന് ഹിന്ദുമതം പര്യാപ്തമല്ലേ സ്വാമി എന്ന് ഗാന്ധി ഗുരുവിനോട് ചോദിച്ചു. ഗുരു പറഞ്ഞ മറുപടി, ഇതര മതങ്ങളിലും മോക്ഷമാർഗങ്ങൾ ധാരാളം ഉണ്ടല്ലോ എന്ന. അല്ല, ഹിന്ദുമതം അതിന് പര്യാപ്തമാണെന്നല്ല പറഞ്ഞത്, ഇതര മതങ്ങളിലും മോക്ഷമാർഗം ധാരാളം ഉണ്ടല്ലോ. ഇതാണ് ഗുരുവിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന, എല്ലാത്തിനെയും ബഹുമാനിക്കുന്ന, വിശ്വാസങ്ങളെ ആദരിക്കുന്ന ഒരു തത്വം ഗുരുവിൽ നിലീനമായിരുന്നു എന്നുള്ളതാണ്. ആ തത്വത്തിൻ്റെ പേരാണ് സോദരത്വം എന്ന് പറയുന്നത്. ആ സോദരത്വമാണ് അരികുപ്പുറത്ത് മഹാപ്രതിഷ്ഠയായി തീർന്നത്. സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന്. ഈ സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനത്തെ തകർക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. അർത്ഥശാസ്ത്രത്തിൽ പറയും, ചതുർവർണ്ണാശ്രമോ ലോകോ രാജ്ഞാദണ്ഡേന പാലിതഃ സ്വധർമ്മകർമാഭിരതോ വർത്തതേ സ്വേഷു വേഷ്മസു. ഈ ചാതുർവർണ്ണ്യം അനുസരിച്ച് വേണം ലോകത്തെ കാര്യങ്ങളെല്ലാം തന്നെ നടക്കാൻ എന്നാണ് അർത്ഥശാസ്ത്രം പറഞ്ഞു വെക്കുന്നത്. അദ്വൈത ഭാഷ്യത്തിനും ഇതിൽ നിന്നും ഒരു വിടുതലില്ല കേട്ടോ. അദ്വൈതം ഏറ്റവും മഹത്തായ സിദ്ധാന്തമാണെന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ശങ്കരൻ ഗീതാഭാഷ്യത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നത്
പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രയസ ഹേതുർയഃ സധർമ്മോ ബ്രാഹ്മണാദ്യർവർണ്ണഭിരാശ്രമഭിശ്ച ശ്രേവർത്തിഭി അനുഷ്ഠീയമാനോ ദീർഘേണ കാലേന എന്ന് പറയുമ്പോൾ വർണ്ണാശ്രമധർമ്മത്തെയാണ് ശങ്കരൻ ധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാൻ മുമ്പൊരു കാര്യം പറഞ്ഞല്ലോ, ഭഗവാൻ വാസുദേവൻ കലിയുഗത്തിൽ അവതരിക്കുമെന്ന് ശങ്കരൻ പറയുന്നുണ്ട്. ആദികർത്ത നാരായണാഖ്യോ വിഷ്ണു ഭൗമസ്യ ബ്രാഹ്മണോ ബ്രാഹ്മണത്വസ്യ രക്ഷണാർത്ഥം ദേവക്യാം വസുദേവാംശേന കൃഷ്ണഃ കില സാംബഭൂവ ബ്രാഹ്മണത്വസ്യ രക്ഷണേ രക്ഷിതഃ സ്യാദ് വൈദികോ ധർമ്മഃ തദധീനത്വാദ് വർണ്ണാശ്രമഭേദാനാം. വിഷ്ണു ഭൂമിയുടെ രക്ഷയ്ക്കായിട്ട് അവതരിക്കും. ബ്രാഹ്മണത്വസ്യ രക്ഷണാർത്ഥം. ഇന്ത്യയിലെ ദളിതരെ രക്ഷിക്കാനാണോ? ഇന്ത്യയിലെ പിന്നോക്കരെ രക്ഷിക്കാനാണോ? കേരളത്തിലെ ഈഴവരെ രക്ഷിക്കാനാണോ? അതോ ആദിവാസികളെ രക്ഷിക്കാനോ അദ്ദേഹം വരുന്നത്? ഒരേ ഒരു കാര്യത്തിന് വേണ്ടി, ബ്രാഹ്മണത്വസ്യ രക്ഷണാർത്ഥം, ബ്രാഹ്മണ്യത്തെ രക്ഷിക്കാനാണ് ഭഗവാൻ വാസുദേവൻ അവതരിക്കുന്നത് എന്ന് ശങ്കരൻ പറഞ്ഞു വെക്കുന്നു. ദേവക്യാം വസുദേവാംശേന കൃഷ്ണഃ കില സാംബഭൂവ ഉണ്ടാകുന്നത് ബ്രാഹ്മണത്വസ്യ രക്ഷണേ രക്ഷിതഃ. എന്താണ് ബ്രാഹ്മണത്വത്തെ രക്ഷിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സ്യാദ് വൈദികോ ധർമ്മഃ, വൈദികമായ ധർമ്മം, തദധീനത്വാത്, വൈദികമായ ധർമ്മം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? തദധീനത്വാത് വർണ്ണാശ്രമഭേദാന, വർണ്ണാശ്രമഭേദങ്ങൾ അതിനെ രക്ഷിക്കാനും നിലനിർത്താനും ആണ് വിഷ്ണു അവതരിക്കുന്നത് എന്ന് പറഞ്ഞതോടുകൂടി ചാതുർവർണ്ണ്യത്തിൻ്റെ സ്ഥാപനവും സൃഷ്ടിസ്ഥിതിയുമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. എന്താണ് ബ്രാഹ്മണ്യമെന്നും ബ്രഹ്മകർമ്മമെന്നും ശങ്കരൻ പറയുന്നുണ്ട്. ഗീത 18:42 ഭാഷ്യത്തിൽ ശമോദമസ്തവ ശൗചം എന്ന് തുടങ്ങുന്ന ഗീതയുടെ ശ്ലോകം വ്യാഖ്യാനിച്ചുകൊണ്ട് ശങ്കരൻ പറയും, ആസ്തിക്യമാസ്തിക ഭാവ ശ്രദ്ധാദാനത ആഗമാർത്ഥേഷു ബ്രഹ്മകർമ്മ ബ്രാഹ്മണജാതേഹ കർമ്മ സ്വഭാവജം. അപ്പോൾ ബ്രഹ്മകർമ്മം എന്തുകൊണ്ട് ശങ്കരൻ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? ബ്രഹ്മകർമ്മ ബ്രാഹ്മണജാതേഹേ കർമ്മ സ്വഭാവജം. ബ്രാഹ്മണജാതിയുടെ കർമ്മത്തെയാണ് ശങ്കരൻ എന്ത് അർത്ഥമാക്കുന്നത്? ബ്രഹ്മകർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാവർക്കും ഒന്നും ബ്രാഹ്മണനാകാൻ പറ്റില്ല എന്ന് ശങ്കരന് സംശയമൊന്നുമില്ല എന്നർത്ഥം. തന്നെയല്ല, ഇന്നിപ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസം ചെയ്യാനുള്ള അർഹതയുണ്ട്, അതിന് സാധിക്കുന്നുണ്ട്, അവകാശമുണ്ട്. പക്ഷേ ശങ്കരൻ്റെ അഭിപ്രായത്തിൽ വേദം പഠിക്കാൻ ശൂദ്രന് അവകാശമുണ്ടായിരുന്നില്ല. ശൂദ്രാണാം അസമാസകരണം ഏകജാതിത്വേ സതി വേദ അനധികാരാത് എന്ന് ശങ്കരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ശൂദ്രന് പൂണൂലുപനയിക്കാൻ അധികാരമില്ലാത്തതിനാൽ ഏകജാതിത്വ സതി, അങ്ങനെ പൂണൂലുപനയനം കഴിഞ്ഞാൽ മാത്രമേ അയാൾ ദ്വിജാതിയാകത്തുള്ളൂ, ദ്വിജനാകത്തുള്ളൂ. അല്ലെങ്കിൽ അയാൾ ഒറ്റ ജാതിയ, ഏകജാതിയ. അങ്ങനെ ഏകജാതിയായ ശൂദ്രൻ എന്തില്ല? വേദാധികാരമില്ല എന്നാണ് ശങ്കരൻ ഗീതാഭാഷ്യത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഇതുപോലെ ശാങ്കരഭാഷ്യം 18:44 പറയും ആരൊക്കെ ഏതൊക്കെ തൊഴിൽ ചെയ്യണമെന്ന്. അദ്ദേഹത്തിൻ്റെ ശങ്കരൻ്റെ പേരെന്താണ്? അദ്വൈത മഹാസിദ്ധാന്തത്തിൻ്റെ സംസ്ഥാപകനെന്നാണ് പറയുന്നത്. ഒരിക്കൽ സുകുമാർ അഴീക്കോട് എറണാകുളത്ത് ഭാരതീയം എന്ന പേരിൽ ഒരു പ്രഭാഷണ പരമ്പര തന്നെ സംഘടിപ്പിച്ചു. ശങ്കരനെ നിങ്ങൾ ചീത്ത പറയുന്നതൊക്കെ വെറുതെയാണ് കേട്ടോ. ശങ്കരൻ എന്ന് പറയുന്ന ആള് ഇന്ത്യ ലോകത്തിന് നൽകിയ സംഭാവനയാണ് ശങ്കരനും ശങ്കരൻ്റെ അദ്വൈതം എന്നാണ് സുകുമാർ അഴീക്കോട് പറഞ്ഞത്. ഈ വാക്ക് കേട്ടിട്ടു നിങ്ങൾ സുകുമാർ അഴീക്കോടിനെ വിലയിരുത്തുക. ഏതേഷാം ജാതിവിഹിതാനാം കർമ്മണാം സമ്യക് അനുഷ്ഠിതാനാം സ്വർഗപ്രാപ്തി ഫലം സ്വഭാവതഃ വർണ്ണ ആശ്രമാശ്ച സ്വകർമ്മനിഷ്ഠാഃ പ്രേത്യ കർമ്മഫലമനുഭൂയ തതഃ ശേഷേണ വിശിഷ്ടദേശജാതികുലധർമായു ശ്രുതവൃത്തവിത്തസുഖമേധസോ ജന്മപ്രതിപദ്യന്തേ ഇത്യാദി സ്മൃതേഃ പുരാണേ ച വർണ്ണിനാമാശ്രമിണാം ച ലോകഫലഭേദവിശേഷസ്മരണാത്. എന്താണ്? ജാതിവിഹിതങ്ങളായ കർമ്മം ആചരിക്കുന്നവർക്ക് സ്വർഗപ്രാപ്തി ഫലം. തൊട്ടുകൂടായ്മയൊക്കെ കാണിച്ചാൽ സ്വർഗം കിട്ടും. തൊട്ടുകൂടായ്മയ്ക്കെതിരായി പ്രവർത്തിച്ചാൽ നിങ്ങളെവിടെ പോവും? നരകത്തിൽ പോവും. വർണ്ണാശ്രമധർമ്മമനുസരിച്ച് സ്വകർമ്മനിഷ്ഠരായവർ, വർണ്ണാശ്രമധർമ്മം അനുസരിച്ച് ഓരോരുത്തരും എന്തെന്ന് ജോലികൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ജോലി ഓരോരുത്തരും ചെയ്യാൻ പാടുള്ളൂ. അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ദുരിതമായിരിക്കും ഫലം. അങ്ങനെ ജാതിധർമ്മം കൃത്യമായി അനുഷ്ഠിച്ച് ഉന്നതമായ ദേശത്തിലും കുലത്തിലും ജനിക്കും. അപ്പോൾ ഉന്നതമായ കുലത്തിൽ ജനിക്കാൻ എന്താ വേണ്ടത്?
അവനവൻ്റെ ജാതിക്ക് പറഞ്ഞ ജോലിയും വേലയും കൂലിയും തൊഴിലുമായിട്ട് ജീവിക്കുക. കൂലിയില്ല കേട്ടോ. വർണ്ണാശ്രമം അനുസരിച്ച് കൂലിയുണ്ടോ? കൂലിയില്ല. ഊഴിയ വേല ചെയ്യിപ്പിച്ച നാടല്ലേ തിരുവിതാംകൂർ. ഊഴിയം വേല ഒരു കൂലിയും കൊടുക്കാതെ പട്ടിണി പാവങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്തി പണി ചെയ്യിപ്പിക്കുന്ന പരിപാടിയുടെ പേരാണ് ഊഴിയം വേല. ഇതായിരുന്നു വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്നത്. ഈ വർണ്ണാശ്രമ ധർമ്മം ശാശ്വതമായി സ്ഥിരമായി നിലനിർത്തണമെന്ന് പറഞ്ഞ ശങ്കരൻ ഇന്ത്യ ലോകത്തിന് നൽകിയ സംഭാവനയാണോ? ആണോ? എനിക്ക് തോന്നുന്നു അഴീക്കോട് മാഷ് ഇതൊക്കെ ഒന്നും കൂടെ അന്ന് വായിച്ചു നോക്കിയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തിരുത്തിയേനെ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. സ്ത്രീകളും വൈശ്യരും പാപയോനികളാണെന്നും ശങ്കരൻ പറയുന്നുണ്ട്. ഗീത 9:32 ഭാഷ്യത്തിൽ ശങ്കരൻ പറയും, പാപയോനേഹ പാപയോനിഹി യേഷാം തേ പാപയോനേഹ പാപജന്മാനഹ. സ്ത്രീകളെ പാപജന്മാക്കളെന്നാണ്, പാപികളെന്നാണ് വിളിച്ചിട്ടുള്ളത്. കേ തേ ഇതിയാഹ. ആരൊക്കെയാണ് പാപികളെന്ന? കേ തേ ഇതിയാഹ. അത് ആരൊക്കെയാണെന്ന് ഞാൻ പറയാൻ കേട്ടോളൂ. ആഹ പറയാം. ആരൊക്കെയാണ്? സ്ത്രീയഃ വൈശ്യാഃ തഥാ ശൂദ്രാഃ തേ അപി യാന്തി യച്ഛന്തി പരാം പ്രകൃഷ്ടാംഗതി. സ്ത്രീകളും വൈശ്യരും ശൂദ്രരുമാണ് പാപജന്മാക്കൾ. പിന്നെ അവരൊക്കെ പാപജന്മാക്കളാണെങ്കിലും എന്നെ ആരാധിച്ചാൽ മോക്ഷം കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഒരു എന്താ പറയേണ്ടത്, ഒരു ക്രെഡിറ്റ് തന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ പാപയോനികളാണെങ്കിലും എന്നെ ഭജിച്ചാൽ സ്വർഗം കിട്ടും. ഇതാണ് ഓഫർ. നിശ്ചിത കാല അടിസ്ഥാനത്തിലുള്ള ഓഫറാണെന്ന് മാത്രം. ഇപ്പം ഞാൻ ഇത്രയും അത് വിശദീകരിക്കാൻ കാരണം, ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് ചാതുർവർണ്ണ്യത്തിൻ്റെ മറ്റൊരു പേര് മാത്രമാണ്. അത് ഇന്ത്യയിലെ ഇതിഹാസ പുരാണ പാഠങ്ങളിലും ഇന്ത്യയിലെ മറ്റ് ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ കടന്നു പോയാൽ ധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വർണ്ണാശ്രമ ധർമ്മമാണെന്ന് നമുക്ക് വ്യക്തമാകും. ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കാം. എന്തിനധികം പറയുന്നു, ജ്യോതിഷ ഗ്രന്ഥങ്ങളിലും ഇത് ഇടം പിടിച്ചിട്ടുണ്ട്. പ്രശ്നമാർഗം 15-ാം അധ്യായത്തിൽ സർപ്പബാധയുടെ കാരണം വിവരിക്കുന്നുണ്ട്. പ്രശ്നമാർഗം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ജ്യോതിഷ ഗ്രന്ഥമുണ്ട്. 1750 എടക്കാട് നമ്പൂതിരി രചിച്ച ഗ്രന്ഥമാണ് പ്രശ്നമാർഗം. കേരളത്തിലെ ജ്യോത്സ്യന്മാരുടെ ബൈബിളാണ് പ്രശ്നമാർഗം. പ്രശ്നമാർഗത്തിൽ സർപ്പബാധ ഉണ്ടാകുന്നു. ഒരു ശ്ലോകമുണ്ട്, സർപ്പബാധയെപ്പറ്റി പറയുന്നൊരു ശ്ലോകമുണ്ട്. ജീവസൻ ബാധകേശോ വേമൃതിരിപകോ യദ്യഹേ കേന്ദ്ര സംസ്ഥ. നമ്മൾ കബഡി ഉരുട്ടി ശ്ലോകം ചെല്ലുമ്പോൾ ആളുകൾ പേടിച്ചു പോകും. മൂർത്തുത്വേ പരികൽപ്പിതേ ശശവൃതോ വന്മാ പുനർജന്മന എന്നൊക്കെ കേട്ട് കഴിയുമ്പം ആളുകൾ പേടിക്കും. കബഡി അങ്ങോട്ട് നീക്കി വെച്ച് സർപ്പബാധ പരിഹാരം ഇതെല്ലാം കൂടെ ആളുകൾ ഞെട്ടി അവശരാകും. പക്ഷേ കാരണം എന്താണ് പറയുന്നത്? സർപ്പകോപത്തിന് കാരണം പറയുന്നുണ്ട് പ്രശ്നമാർഗത്തിൽ. ചണ്ഡാലോപഗതിശ്ച സൈരിഭഹരി പ്രക്ഷോഭണം വാപുന തെക്തോച്ചിഷ്ടമലാതി സംഭവിതം പുണ്യാഹമപ്യാചരേത്. പ്രശ്നമാർഗം 15-ാം അധ്യായം 37 മുതൽ 38 വരെയുള്ള ശ്ലോകം. പ്രശ്നമാർഗത്തിൽ പറയുന്നത് സർപ്പങ്ങൾ കോപിക്കാൻ കാരണം എന്താണ്? ചണ്ഡാളന്മാർ പ്രവേശിക്കുമ്പോഴാണ് സർപ്പങ്ങൾ കോപിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ. അതുവരെ സർപ്പങ്ങളെ ആരാധിച്ചിരുന്നത് ഈ ചണ്ഡാളന്മാരെന്ന് വിളിക്കുന്ന കീഴാള ജനതയാണ്. അവരുടെ ദൈവത്തെ ബ്രാഹ്മണ്യം സ്വാംശീകരിച്ചു. ചരിത്ര പണ്ഡിതയായ വിജയനാഥ് ഈ പ്രക്രിയ വിവരിക്കുന്നത് ബ്രാഹ്മണിക്കൽ അക്കൾച്ചറേഷൻ എന്ന. ബ്രാഹ്മണർക്കൊരു ദൈവവും ഉണ്ടായിരുന്നില്ല. ഒരു ദൈവവും ബ്രാഹ്മണർക്കുണ്ടായിരുന്നില്ല. കുറേ പുരുഷ മേധാവികളായിട്ട് ഇന്ദ്രനും വരുണനും അഗ്നി യമനും വായുവൊക്കെ അവർക്ക് ദൈവമായിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ ഒരു ദൈവങ്ങളും ഉണ്ടായിരുന്നില്ല. ഈ അയ്യപ്പനും ഈ ശാസ്താവും ഈ ഗരുഡനും എല്ലാം ഇവിടുത്തെ ഇന്ത്യയിലെ ബഹുജനങ്ങളുടെ, ഇന്ത്യയിലെ കീഴാളരുടെ ദൈവങ്ങളായിരുന്നു. അപ്പോൾ യാഗയജ്ഞമൊക്കെ ആയിട്ട് നടന്ന ഈ ബ്രാഹ്മണർക്ക് കുറേ കഴിഞ്ഞപ്പോൾ അവരുടെ യാഗയജ്ഞമൊക്കെ അങ്ങ് പൂട്ടിക്കെട്ടി. അതിലൊന്നും ആർക്കും വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുവരെ ഇന്ത്യയിലെ കീഴാള ബഹുജനങ്ങൾ നടത്തി വന്നിരുന്ന താന്ത്രികമായ ആചാരക്രമങ്ങളിലേക്ക് ബ്രാഹ്മണർ കടന്നു വന്നു. എന്നിട്ട് ഇന്ത്യയിലെ കീഴാളരുടെയും ബഹുജനങ്ങളുടെയും ആരാധനകളെ അവർ സ്വാംശീകരിച്ചു. അതിനെവിടെ തെളിവെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായ തെളിവുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ ബാണഭട്ടൻ രചിച്ച ഹർഷചരിതത്തിലും കാദംബരിയിലും ഭദ്രകാളിയെ ആരാധിക്കുന്നത് ശബരർ എന്ന് പറയുന്ന ആദിവാസി ഗോത്ര ജനതയാണ് എന്ന് ബാണഭട്ടൻ്റെ സംസ്കൃത ഗദ്യാഖ്യായികയായ കാദംബരിയിലും ഹർഷചരിതത്തിലും കാണാം. യോക്കോ യോക്കോച്ചിയുടെ സുപ്രസിദ്ധമായ PhD ഗവേഷണ പ്രബന്ധം വാരിയർ ഗോഡസിൽ പറയുന്നത്, യോക്കോ യോക്കോച്ചി പറയുന്നത്, യോക്കോ യോക്കോച്ചി ഉദ്ധരിക്കാൻ കാരണം ഇവിടെ മലയാളികൾക്കും ഇന്ത്യക്കാർക്കും ഒന്നും പഠിക്കാൻ നേരമില്ല. അതൊക്കെ വലിയ വിദേശികളൊക്കെ ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും മലയാളികളുടെ പേര് ഞാൻ പറഞ്ഞേനെ. അപ്പോൾ യോക്കോ യോക്കോച്ചി എന്ന് പറയുന്ന പണ്ഡിത
അവർ ദേവീ മാഹാത്മ്യവും ദേവീ പുരാണം ഉദ്ധരിച്ച് പറയുന്നത് വിന്ധ്യാപർവ്വത വനവാസികളായിരുന്ന വിന്ധ്യാപർവ്വത പ്രദേശത്ത് വസിച്ചിരുന്ന ആദിവാസികളുടെ ദൈവമായിരുന്നു ദുർഗ. ആ അമ്മ ദൈവത്തെ ബ്രാഹ്മണർ എന്താക്കി മാറ്റി? ദുർഗയാക്കി മാറ്റി. തിരുപ്പതി ക്ഷേത്രം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രം. തിരുപ്പതിയെപ്പറ്റി സ്കന്ദപുരാണത്തിൽ തിരുപ്പതി മാഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. തിരുപ്പതി മാഹാത്മ്യത്തിൽ പറയുന്നത് തിരുപ്പതി ക്ഷേത്രത്തിൽ ആദ്യകാലത്തുണ്ടായിരുന്നത് ചാമ കൃഷി ചെയ്തിരുന്ന കർഷകരായ ആദിവാസി ജനതയായിരുന്നു. അവരുടെ ആരാധനാമൂർത്തിയായിരുന്നു പന്നി. പന്നിയെ ബ്രാഹ്മണർ വരാഹമാക്കി മാറ്റി. പേര് മാറ്റുന്നതോടുകൂടി പിന്നെ അവരുടെയായി. നമുക്കും സമ്മതം, നല്ല പേര്, അതാണല്ലോ നമ്മുടെ ആഗ്രഹം. നാണി എന്നുള്ള പേര് നാരായണി എന്ന് കേട്ട് കഴിയുമ്പോൾ ബഹുകേമമായി. ഇതാണ്. എന്തായാലും അങ്ങനെ ആദിമനിവാസികളായ ചാമ കൃഷി ചെയ്തിരുന്ന ചാമപ്പായസം പന്നിക്ക് കൊടുത്ത് വർഷത്തിലൊരിക്കൽ വെളിച്ചപ്പെട്ട് മണ്ണുകുത്തി പൂഴി തലയിൽ വാരി എറിഞ്ഞുകൊണ്ടിരുന്ന വെളിച്ചപ്പാട് പാരമ്പര്യം ഉണ്ടായിരുന്ന ആദിവാസികൾ അവിടെ നിന്ന് പുറത്താക്കിയിട്ട് അവിടെ വിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠിച്ച് ആദിവാസികളുടെ സങ്കേതം ബ്രാഹ്മണ്യം കൈയേറി. കേരളത്തിൽ തന്നെ ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിനടുത്തുള്ള തിരുപ്പുലിയൂർ ക്ഷേത്രം, തിരുപ്പുലിയൂർ ഗ്രന്ഥവരിയിൽ പറയുന്നത് കൂന്തൽ എന്നൊരു ഭൂതം അവിടെ ശാസ്താവായി നിവേദ്യം. കൂന്തൽ എന്നൊരു ഭൂതം അതിന് ശാസ്താവായി നിവേദ്യം. അപ്പം തിരുപ്പുലിയൂർ കാവിൽ ആദ്യം ആരാണ് ഉണ്ടായിരുന്നത്? കൂന്തൽ എന്ന് പറഞ്ഞ ഭൂതം ഉണ്ടായിരുന്നത്. ബ്രാഹ്മണർ വന്നപ്പോൾ കൂന്തലെ ആരാക്കി മാറ്റി? ശാസ്താവാക്കി മാറ്റി. ഗ്രന്ഥത്തിലുള്ള തെളിവാണ്. കൂന്തൽ എന്നൊരു ഭൂതം അതിന് ശാസ്താവായി നിവേദ്യം. ഏതാനും ഉദാഹരണങ്ങളുള്ളൂ. ഇത് സംബന്ധിച്ച് വളരെ വിപുലമായൊരു പ്രബന്ധം തന്നെ ഇവിടെ അവതരിപ്പിക്കേണ്ട, ഞാൻ അതിന് സമയക്കുറവുണ്ടോ അതിലേക്കും കടക്കുന്നില്ല. അങ്ങനെ ഇന്ത്യയിലെ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ, ഇന്ത്യയിലെ അനാര്യ ജനതയുടെ, ഇന്ത്യയിലെ കീഴാളരുടെ, ഇന്ത്യയിലെ ദളിതരുടെ, ഇന്ത്യയിലെ പിന്നോക്ക ജനതയുടെ ദൈവങ്ങളെ ഇന്ത്യൻ ബ്രാഹ്മണ്യം സ്വാംശീകരിച്ച് അവരുടേതാക്കി മാറ്റി പൂണൂലിടിയിപ്പിച്ചു. പൂണൂലിടാത്ത ഒറ്റ ദൈവം പോലും ഇപ്പം നമുക്ക് കാണാൻ പറ്റത്തില്ല. രാവിലെ നിർമ്മാല്യത്തിന് നട തുറന്ന് നമ്മൾ കാണുന്നൊരു പൂണൂൽധാരിയെയാണ്. നമ്മൾ തൊഴാൻ ചെല്ലുന്നവരൊന്നും പൂണൂലിട്ടിട്ടുമില്ല. ഇതാണ് അവസ്ഥ. പൂണൂലിട്ട ദൈവങ്ങളാണ് നമുക്ക് ദർശനം തരുന്നത്. അപ്പം പൂണൂലിടാത്ത കാരുണ്യത്തിൻ്റെ ദൈവസങ്കല്പത്തെ നാരായണ ഗുരു മുന്നോട്ട് വെച്ചു. അതുവരെയുള്ള ദൈവസങ്കല്പങ്ങളെ നമുക്ക് തൊടാൻ പാടില്ലായിരുന്നു. അസ്പൃശ്യതയാണ്. ക്ഷേത്രത്തിൽ കയറി ഏതെങ്കിലും ദൈവത്തെ തൊടാൻ പറ്റുമോ? ദൈവവും തൊടത്തില്ല, ദൈവത്തിൻ്റെ പൂജാരിയും നമ്മളെ തൊടത്തില്ല. ഇങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് ബോൾ ക്യാച്ച് പിടിക്കുന്ന രീതിയിൽ പരിശീലനം നേടിയിട്ട് വേണം ക്ഷേത്രത്തിൽ ചെല്ലാൻ. അല്ലെങ്കിൽ കനത്തിൽ നോട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ വലിയ വാഴയില വെട്ടി തൂഷണ നിങ്ങളുടെ കയ്യിലോട്ട് തരും. ഇതാ അവസ്ഥ. അപ്പം സമത്വമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഈ വ്യവസ്ഥാക്രമമാണ് മാറേണ്ടത് എന്നുള്ളതാണ്. പ്രശ്നമാർഗത്തിൽ തന്നെ പറയും, ബ്രാഹ്മണ ശാപം ഒരു വലിയ പ്രശ്നമാണ്. പാപശ്ചേത് ബാധകസ്ഥ സുരഗുരു സഹിത തദ്ഗൃഹേ വാ ദ്വിജാനാം ദേവാനാം വാസ്തിശാവോ യതി രവിഭവനെ തദ്യുതോ മാത്ര പാപഃ പൂർവേഷാം വാ ഗുരുണാം യതി സധരണിജ തർഹി ശാപോ മഹാൻ സ്യാത് പ്രീതി ദേവദ്വിജാനാം സഗുരുജനമന പ്രീണനം ചാത്ര കുര്യാത്. ബ്രാഹ്മണ ശാപം എന്ന് പറയുന്ന ദോഷം കിട്ടിയാൽ അതോടുകൂടി തീർന്നു അവൻ്റെ ജന്മം കട്ടപ്പുക. ഈ ബ്രാഹ്മണ ശാപത്തിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായി ഇന്ത്യയിലെ ജനതയെ പറഞ്ഞു പറ്റിച്ച് ബ്രാഹ്മണ്യം ഒരു വലിയ ദുർമേധസ്സായി ഇന്ത്യൻ സമൂഹത്തിൽ പടർന്നു പിടിച്ചിരിക്കുക. ബ്രാഹ്മണ ശാപത്തിൻ്റെ കഥ പറഞ്ഞ വിദ്യാതടസ്സം, വിവാഹ തടസ്സം, ജോലിക്ക് തടസ്സം, ബ്രാഹ്മണ ശാപം. എന്താണ് പരിഹാരം? കാല് കഴിയിച്ചൂട്ട്. ആരെ? ബ്രാഹ്മണരെ. നാണമില്ലാതെ ലജ്ജയില്ലാതെ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യത്ത് ഇപ്പോഴും ബ്രാഹ്മണൻ്റെ കാല് കഴിയിച്ചൂടാൻ ഇന്ത്യൻ ജനതയ്ക്ക് മടിയില്ല എന്നുള്ളത് സനാതനധർമ്മം നമ്മളെ വിട്ടൊഴിഞ്ഞിട്ടില്ല, ഒരു ബാധയായി നമ്മളെ ആവേശിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. നമുക്കൊരു വിമോചനാത്മകമായ സന്ധ്യാപ്രാർത്ഥനയുണ്ടോ? ഉണ്ടോ? ഒരു സന്ധ്യാപ്രാർത്ഥന, വിമോചനാത്മകമായൊരു സന്ധ്യാപ്രാർത്ഥനയുണ്ടോ? ഇല്ല. ഭംഗിയോട് ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമരാമ പാഹിമ, ഇതേ ഉള്ളൂ. ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കാൻ വരുന്ന പരശുരാമ എന്നെ രക്ഷിക്കണേ. ഭൂപരിഷ്കരണം നടത്തിയ CPM പ്രസ്ഥാനങ്ങളും ആരായെന്ന് ഞാൻ പറയുന്നില്ല. ഇതാണ് അവസ്ഥ. ഭൂമി കൊടുക്കാൻ വന്ന പരശുരാമൻ എന്നെ രക്ഷിക്കണേ. ഭൂപരിഷ്കരണം നടത്തിയ പുരോഗമന പ്രസ്ഥാനങ്ങൾ ആരായി? 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 ഞാൻ പറയുന്നില്ല. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. വിമോചനാത്മകമായ ദൈവാനുഭൂതി സങ്കല്പങ്ങൾ പോലും നമ്മളിൽ നിന്ന് ഈ ബ്രാഹ്മണ്യം അടർത്തി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്.
ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. എഴുത്തച്ഛൻ്റെ മഹാഭാരതം, പാലാഴി മദനം, ആസ്തിക പർവം. ബ്രാഹ്മണരോളം മഹത്വമില്ലാർക്കുമേ, സാമ്യം ദ്വിജന്മാർക്കു മറ്റൊന്നുമില്ലല്ലോ, വന്ദ്യന്മാരാകുന്നതും ദ്വിജന്മാരത്രേ, നിന്ദിച്ചു പോകായി അവരെ ഒരിക്കലും, നന്ദിച്ചു സന്തതം വന്ദിച്ചു കൊള്ളേണം, ദേവാദികൾക്കും പ്രപഞ്ചത്തിനും പരം ദൈവതമാകുന്നതും ദ്വിജന്മാരത്രേ, ശാശ്വതമാകിയ ധർമ്മമാകുന്നതും ഈശ്വരനാകുന്നതും ദ്വിജന്മാരത്രേ. ഭരണഘടന എഴുതി നേതൃത്വം വെച്ച ഡോക്ടർ ബി ആർ അംബേദ്കർ ആരായി? ഞാൻ പറയുന്നില്ല. അങ്ങനെ ഈ ബ്രാഹ്മണ്യത്തെ നിരന്തരം വാഴ്ത്തിപ്പാടുകയും ബ്രാഹ്മണ്യമാണ് ഏറ്റവും മഹത്തായ ധർമ്മമെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ സനാതനധർമ്മം എന്ന് പറയുന്നത്. നിരവധി ഗ്രന്ഥങ്ങൾ ഉദാഹരിക്കാനുണ്ട്. ഞാനൊരു 500 കെട്ട് പേപ്പറുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ സമയക്രമം ഇതിനൊന്നും എന്നെ അനുവദിക്കുന്നില്ല. CPM-ൻ്റെ തന്നെ മറ്റൊരു സമ്മേളനം വടകരയിൽ നടക്കുന്നത് കാരണം 5 മണിക്ക് ഇവിടുന്ന് പുറപ്പെടേണ്ടതായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സംക്ഷേപിച്ച് പറയുകയാണ്. ധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമ ധർമ്മമാണ്, ചാതുർവർണ്ണ്യമാണ്. ഈ സനാതന ധർമ്മത്തിനും വർണ്ണാശ്രമ ചാതുർവർണ്ണ്യ ധർമ്മത്തിനും എതിരായ ഒരു വിമോചനാത്മകമായ ആശയമാണ് നാരായണ ഗുരുസ്വാമികൾ മുന്നോട്ട് വെച്ചത്. സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന സങ്കല്പം സനാതനധർമ്മത്തിന് അപരിചിതമായൊരു കാര്യമാണ്. സനാതനധർമ്മത്തിൻ്റെ ഗ്രന്ഥപാഠങ്ങൾ മുഴുവൻ പരിശോധിച്ചാലും നിങ്ങൾ സാഹോദര്യം എന്ന് പറയുന്നൊരു വാക്ക് കാണില്ല. പ്രിയം ഒരു ജാതി തൻ പ്രിയം, ത്വദീയ പ്രിയം അവരപ്രിയം, നയമതിനാല് നരഞ്ഞു നന്മ നൽകും, ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം. നരന് നന്മ നൽകുന്ന ക്രിയ എന്താണ്? അത് അപരപ്രിയമാണ്. മറ്റുള്ളവരോട് കാണിക്കുന്ന ഇഷ്ടമാണ്, മറ്റുള്ളവരെ കൂടെ ഉൾക്കൊള്ളുന്നതാണ് എന്ന് ഗുരുസ്വാമികൾ ആത്മോപദേശത്തിൽ പറഞ്ഞു. അയലുതലപ്പതിനായ അതിപ്രയത്നം നയമറിയും നരനാചരിച്ചിടേണം. അയലത്തുകാരൻ നന്നാകുന്നതിനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അല്ലാതെ അവർ അതിര് മാന്താനും അവർക്കെതിരെ പെറ്റീഷൻ ഫയൽ ചെയ്യാനും അങ്ങനല്ല. ഗുരു എന്താണ് പറഞ്ഞത്? അയലുതഴപ്പതിനായ അതിപ്രയത്നം നയമറിയും നരനാചരിച്ചിടേണം. അങ്ങനെ ആചരിക്കാത്തവരെ ഗുരു വിളിച്ച പേര് കൃപണർ എന്നാണ്. കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രമാകും. നാരായണ ഗുരുസ്വാമികൾ മുന്നോട്ട് വെച്ചത് അപരത്വത്തിലേക്ക് തുറക്കുന്ന എല്ലാത്തരം അപരത്വങ്ങളെയും, യഥാർത്ഥത്തിൽ സനാതന ധർമ്മം എന്ന് പറയുന്നത് അപരത്തെ സൃഷ്ടിക്കുന്നൊരു വ്യവസ്ഥയാണ്. പല ജാതികളായ ആളുകളെ തിരിച്ച് അവരെ തമ്മിൽ വെറുപ്പിക്കുന്ന സിസ്റ്റമാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഡോക്ടർ ബി ആർ അംബേദ്കർ അതിനെ വിളിച്ച പേര് ശ്രേണീകൃത അസമത്വം എന്നാണ്. ശ്രേണീകൃത അസമത്വം എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അതിനെ വിളിച്ചത്. അതുകൊണ്ട് സനാതന ധർമ്മം എന്ന് പറയുന്നത് ശ്രേണീകൃത അസമത്വമാണ്, ചാതുർവർണ്ണ്യമാണ്. ഈ ശ്രേണീകൃത അസമത്വത്തിനും ചാതുർവർണ്ണ്യത്തിനും എതിരെ അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണഘടന സൃഷ്ടിക്കപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാനപരമായി സനാതനധർമ്മത്തിൻ്റെ അയിത്ത വ്യവസ്ഥയെ നിരാകരിച്ചുകൊണ്ട് അതിൻ്റെ ആമുഖം തന്നെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ മഹത്തായ ആശയങ്ങളെ മുന്നോട്ട് വെക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആശ്രയമായിരിക്കേണ്ടത്, നമ്മുടെ മുദ്രാവാക്യമായിട്ടിരിക്കേണ്ടത്, നമ്മുടെ ജീവിത തത്വമായിരിക്കേണ്ടത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. അതുകൊണ്ട് ഏത് വലിയ ധർമ്മത്തിൻ്റെ പേര് പറഞ്ഞാലും നിങ്ങൾ 3 ചോദ്യങ്ങൾ അവരോട് ചോദിക്കുക. നിങ്ങൾ ഈ പറയുന്നതിൽ സ്വാതന്ത്ര്യമുണ്ടോ? നിങ്ങൾ ഈ പറയുന്നതിൽ സമത്വമുണ്ടോ? നിങ്ങൾ ഈ പറയുന്നതിൽ സാഹോദര്യമുണ്ടോ എന്ന ചോദ്യമാണ് ഇത്തരം സനാതനിസ്റ്റുകളോട് ചോദിക്കേണ്ടത്. സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും നമ്മുടെ കൈകളിലേക്ക് അപ്പം ചുട്ട് കിട്ടിയതുപോലെ കിട്ടിയതല്ല. വളരെയധികം കഷ്ടപ്പെട്ട് ഒരുപാട് പേര് രക്തക്കറകൾ ചൊരിഞ്ഞ് ഒരുപാട് ആളുകൾ ആത്മബലി കൊടുത്ത് ഒരുപാട് ആളുകളുടെ രക്തക്കറ ഈ മണ്ണിൽ പുരണ്ട് ലയിച്ച് വീണിട്ടാണ് നമ്മൾ അന്തസ്സായിട്ട് ഈ കസേരയിൽ ഇരിക്കുന്നത്. വ്യവഹാരമാല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്
ഒരു സവർണൻ്റെ കൂടെ ഒരു അവർണൻ ഒരു പീഠം പങ്കിട്ടാൽ അവർണൻ്റെ പൃഷ്ഠത്തിൻ്റെ പകുതി ഛേദിച്ച് കളയണമെന്ന വ്യവഹാരമാലയായിരുന്നു നമ്മുടെ ഭരണഘടനയെങ്കിൽ ആരും മുഴുവൻ പൃഷ്ഠവുമായിട്ട് ഈ ഹാളിന് വെളിയിലേക്ക് പോകില്ലായിരുന്നു. അതുകൊണ്ട് ആ ഹിംസാത്മകമായ വ്യവസ്ഥയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരെ തുല്യ ശരീരങ്ങളായി കാണുന്ന ഒരു വ്യവസ്ഥാക്രമം ഇന്ത്യൻ ഭരണഘടന സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഡോക്ടർ ബി.ആർ. അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ പറയും, സാഹോദര്യത്തിൻ്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം എന്ന്. നാരായണ ഗുരുസ്വാമികളെ കൂടി ചേർത്ത് വെച്ചാൽ അപരപ്രിയത്തിൻ്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം. അപരപ്രിയവും സാഹോദര്യവും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ജനാധിപത്യം സാർത്ഥകമാകുന്നത്. അതുകൊണ്ട് ഹിന്ദുത്വവാദികൾ ഈ സാഹോദര്യ ജനാധിപത്യത്തെ, ഈ അപരപ്രിയത്തെ തകർക്കാൻ വേണ്ടി, ഭരണഘടനയെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് സനാതനധർമ്മം എന്ന് പറയുന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്നത്. സനാതനധർമ്മത്തിൻ്റെ മറവറ്റി രംഗത്ത് വരുന്നത് ഹിന്ദുത്വ ഫാസിസമാണ് എന്ന് തിരിച്ചറിയുന്നതിലൂടെ മാത്രമേ നമുക്കതിനെ പരാജയപ്പെടുത്താനും അതിൻ്റെ അത്തരം പൊതുബോധങ്ങൾക്കെതിരായി നിശ്ചിതമായി പ്രവർത്തിക്കാനും കഴിയുകയുള്ളൂ. അത്തരം നിശ്ചിതമായ ജാഗ്രത നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഒരു സമകാലിക അവസ്ഥയിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുള്ള അത്തരം ഒരു അറിവ് നേടുന്നതിനുള്ള പാഠശാലകളായി നമ്മുടെ പ്രഭാഷണ പരിപാടികളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ജീവിതവും എല്ലാം മാറിത്തീരട്ടെ എന്ന് പ്രത്യേകമായി ആശംസിച്ചുകൊണ്ടും ഇത്തരം ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഉള്ള സംഘാടകരോടുള്ള ഹൃദയത്തിൻ്റെ ഭാഷയുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.